ഹലോ നമസ്കാരം കൂട്ടുകാരെ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റി എൽജിഎസിനായിട്ടുള്ള സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള SCERT ക്ലാസ്സുകളാണ്. അതിൽ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന് പറയുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 3 അധ്യായങ്ങളാണ്. 9ാം ക്ലാസ്സിലെ ആഹാരം അന്നപഥത്തിൽ ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക് ഊർജത്തിനായി ശ്വസിക്കാം. ഇങ്ങനെ 3 ചാപ്റ്റേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത് ഈ ക്ലാസ് കേൾക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളൊരു നോട്ട് പുസ്തകവും ഒരു പേനയും കയ്യിൽ കരുതുക. കാരണം സയൻസ് എന്ന് പറയുമ്പോൾ അതിൽ കുറേ വിഷയങ്ങൾ നമുക്കൊരിക്കലും പരിചയമുള്ള കാര്യങ്ങളായിരിക്കില്ല അല്ലേ. നമ്മളെ എൻസൈമുകൾ, അതുപോലെ കൊഴുപ്പ്, ധാന്യം, ആമാശയം അല്ലെ, ആഗ്നേയഗ്രന്ഥി എന്നൊക്കെ പറയുമ്പം അത് പലതും പല അവയവങ്ങളായിട്ടും അതുപോലെ രാസാഗ്നികൾ പലതുമായിട്ടും ഒക്കെ കണക്റ്റഡ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, വായിച്ചു പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ കേട്ട് പോയി കഴിഞ്ഞാലോ നിങ്ങൾക്ക് ഒരു തവണ മാത്രമേ അത് മൈൻഡിൽ നിൽക്കുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു നോട്ട് എടുത്തിട്ട് അതൊന്ന് കുറിച്ച് കണക്ട് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ക്ലാസ് കേൾക്കുന്നതിനോടൊപ്പം തന്നെ കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഇരട്ടി ഗുണം ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു നോട്ട്ബുക്ക് എടുക്കുക, ഒരു പേന എടുക്കുക, വീഡിയോ പോസ് ചെയ്തിട്ട് ക്ലാസ് കേൾക്കുന്നതിന് മുന്നേ ഒരുങ്ങിയിരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ക്ലാസ്സിലോട്ട് കിടക്കണേ. 9ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായം ആഹാരം അന്നപഥത്തിൽ നോക്കാം. സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത്. അപ്പോൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കണം. എന്താണ് അപ്പോൾ ദഹനം? സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത്. പല്ലിൽ വെള്ള നിറത്തിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഇനാമിൽ. പല്ലിൽ വെള്ള നിറത്തിൽ കാണപ്പെടുന്ന ഭാഗമാണ് എന്തെന്നറിയപ്പെടുന്നത്? ഇനാമിൽ എന്ന് അറിയപ്പെടുന്നത്. പല്ലിൽ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? ഇനാമിലാണ്. പല്ലിൽ ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണ് ഇനാമൽ. പല്ലിൽ നിർജീവമായ ഭാഗമുണ്ട്. പല്ലിൽ നിർജീവമായ ഭാഗം അറിയപ്പെടുന്നത് ഇനാമിലാണ്. അപ്പോൾ നിർജീവമായ ഭാഗമാണ്, കടുപ്പമേറിയ ഭാഗമാണ്, വെള്ള നിറത്തിൽ കാണപ്പെടുന്നു. എന്താണത്? ഇനാമൽ. ഓക്കെ, അടുത്തത് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല അറിയപ്പെടുന്നത് ഡെൻഡേൻ എന്നാണ്. ഒരു തവണ നമ്മുടെ PYQ ആണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻഡേൻ. പൾപ്പ് കാവിറ്റിയിൽ കാണുന്ന മൃദുവായ യോജക കലയാണ് പൾപ്പ്. പൾപ്പ് കാവിറ്റിയിൽ കാണുന്ന മൃദുവായ യോജക കലയാണ് പൾപ്പ്. രക്തക്കുഴലുകളും ലിംഫ് വാഹിനികളും നാഡീതന്തുക്കളും കാണപ്പെടുന്ന ഭാഗമാണ് പൾപ്പ്. അപ്പൊ പൾപ്പിൽ എന്തെല്ലാം കാണപ്പെടുന്നു? എന്തുകൊണ്ടാണ് അവ ജീവനുള്ള കലയാണെന്ന് പറയുന്നത്? രക്തക്കുഴലുകളുണ്ട്, ലിംഫ് വാഹികളുണ്ട്, നാഡീതന്തുക്കളുണ്ട്. ഇവയെല്ലാം എവിടെ കാണപ്പെടുന്നു? പൾപ്പിൽ കാണപ്പെടുന്നു. അടുത്തത് മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് സിമന്റം. അപ്പൊ എന്താണ് സിമന്റം? നമ്മൾ സിമന്റ് എന്താ ചെയ്യുക? ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അല്ലെ. അതുപോലെ മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് എന്ത്? സിമന്റം. അടുത്തത് വായിലെ ഉമിനീർ ഗ്രന്ഥികളുടെ എണ്ണം എത്രയാണ്? 3 ജോഡി. എത്രയാണ്? 3 ജോഡി. PYQ ആണ്. വായിലെ ഉമിനീർ ഗ്രന്ഥികളുടെ എണ്ണം 3 ജോഡി. 3 എണ്ണല്ല, 3 ജോഡി. ക്ലിയർ അല്ലേ? അടുത്തത് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസജ്ഞയാണ് സലൈവറി അമിലേസും ലൈസോസൈമും. എന്താണ്? സലൈവറി അമിലേസ്, ലൈസോസൈം എന്നിവ 2 രാസാഗ്നികളാണ്. ഇവ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്നു. ക്ലിയർ അല്ലേ? അടുത്തത് ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കുന്നതിന് സഹായിക്കുന്നത് ലൈസോസൈമാണ്. ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കുന്നതിന് സഹായിക്കുന്നത് ലൈസോസൈമാണ്. അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്നതിന് സഹായിക്കുന്ന രാസാഗ്നിയാണ് സലൈവറി അമിലേസ്. ശ്രദ്ധിക്കുക, ഇനിയുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അത് നോട്ട് ചെയ്തോളൂ. അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്നത് ആരാണ്? സലൈവറി അമിലേസ് ആണ്. ഓക്കെ, അടുത്തത് ഭാഗികമായി ദഹിച്ച ആഹാരം വായിൽ നിന്ന് അന്നനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് ഗ്രസനിയിലൂടെയാണ്. ഭാഗികമായി ദഹിച്ച ആഹാരം വായിൽ നിന്ന് അന്നനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് ഗ്രസനിയിലൂടെയാണ്. ശ്വാസനാളവും അന്നനാളവും ആരംഭിക്കുന്നത് ഗ്രസനിയിൽ നിന്നാണ്. അപ്പൊ ശ്വാസനാളവും
അന്നനാളവും ആരംഭിക്കുന്നത് എവിടെ വെച്ചാണ്? ഗ്രസനിയിൽ നിന്ന്. ശ്വാസനാളവും അന്നനാളവും വേർതിരിയുന്നത് എവിടെ വെച്ചാണ്? ക്ലോമഭിധാനം. ഏതാണ്? ക്ലോമഭിധാനം. പറ്റുമെങ്കിൽ വരയ്ക്കാം. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ വരച്ചോളൂ. അടുത്തത്, ഭക്ഷണം ആമാശയത്തിലെത്തുന്നത് അന്നനാള ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം കൊണ്ടാണ്. ഭക്ഷണം ആമാശയത്തിലെത്തുന്നത് അന്നനാള ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം കൊണ്ടാണ്. ഈ ചലനം അറിയപ്പെടുന്നത് പെരിസ്റ്റാൾസിസ്. എന്താണ്? പെരിസ്റ്റാൾസിസ്. മനുഷ്യന്റെ ദഹന വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാമാണ്? ഏതെല്ലാം അവയവങ്ങളാണ്? മനുഷ്യന്റെ ദഹന വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നത് വായ, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ. വായ, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ എന്നിവ മനുഷ്യന്റെ ദഹന വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ്. ക്ലിയർ അല്ലേ? അടുത്തത്, ആമാശയ രസത്തിലെ ഘടകങ്ങളാണ് പെപ്സിൻ എൻസൈം, ഗ്യാസ്ട്രിക് ലിപ്പേസ് എൻസൈം, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ശ്ലേഷ്മം എന്നിവ. എന്താണ്? ആമാശയ രസത്തിലെ ഘടകങ്ങൾ ഏതെല്ലാമാണ്? ആമാശയ രസം. ഏതാണ് ആമാശയ രസം? ഒരു റൗണ്ട് ഇട്ട് അതിനകത്ത് നിങ്ങൾക്ക് വരയ്ക്കാൻ കിട്ടിയില്ല, ഒരു റൗണ്ട് ഇട്ടിട്ട് എന്താണ്? ആമാശയം എന്ന് എഴുതുക. എന്നിട്ടോ അതിനെ വരച്ച് അതിൽ കുറേ പോയിന്റ്സ് നോട്ട് ചെയ്യുക. എന്തൊക്കെയാണ് നോട്ട് ചെയ്യേണ്ടത്? പെപ്സിൻ എൻസൈം. എന്താണ്? പെപ്സിൻ എൻസൈം, ഗ്യാസ്ട്രിക് ലിപ്പേസ് എൻസൈം, ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl അല്ലെ, ശ്ലേഷ്മം എന്നിവ ഏതിലാണുള്ളത്? ആമാശയ രസത്തിലെ ഘടകങ്ങളാണ് അല്ലെ. ആമാശയ രസത്തിലെ ഘടകങ്ങളാണ്. എഴുതി വെച്ചോളൂ. അടുത്തത്, ആമാശയ രസത്തിൽ അടങ്ങിയിട്ടുള്ള രാസാഗ്നികൾ ഏതെല്ലാമാണ്? പെപ്സിൻ, ഗ്യാസ്ട്രിക് ലിപ്പേസ് എന്നിവ ഏതിലെ ഘടകങ്ങളാണ്? ആമാശയ രസത്തിൽ അടങ്ങിയിട്ടുള്ള രാസാഗ്നികളാണ്. അപ്പൊ രാസാഗ്നികൾ ഏതെല്ലാമാണ്? രാസാഗ്നികൾ അഥവാ എൻസൈം. രാസാഗ്നികൾ അഥവാ എൻസൈം അല്ലെ. ഈ എൻസൈം എവിടെയാണുള്ളത്? ആമാശയത്തിൽ. അപ്പോൾ ആമാശയത്തിലുള്ള രാസാഗ്നികൾ അഥവാ എൻസൈം ഏതെല്ലാമാണ്? പെപ്സിനും ഗ്യാസ്ട്രിക് ലിപ്പേസും. ഇതിന് തൊട്ട് മുൻപിലെ പോയിന്റ് നമ്മൾ പറഞ്ഞല്ലോ, പെപ്സിൻ എൻസൈം, ഗ്യാസ്ട്രിക് ലിപ്പേസ് എൻസൈം, HCl അതെന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്, ആസിഡ്. പിന്നെയോ ശ്ലേഷ്മം എന്നിവ എവിടെയാണ് കാണപ്പെടുന്നത്? ആമാശയത്തിൽ കാണപ്പെടുന്ന ഘടകങ്ങളാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ആമാശയത്തിൽ കാണപ്പെടുന്ന രാസാഗ്നികൾ അഥവാ എൻസൈമുകൾ ഏതാണെന്ന് ചോദിച്ചാൽ എന്താ പറയാം? പെപ്സിനും ഗ്യാസ്ട്രിക് ലിപ്പേസും. ഏതൊക്കെയാണ്? പെപ്സിനും ഗ്യാസ്ട്രിക് ലിപ്പേസും. ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലോ? ഒന്നുകൂടെ പറയണോ? നോക്കാം. സങ്കീർണമായ ആഹാരപദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് ദഹനം. പല്ലിൽ വെള്ള നിറത്തിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഇനാമൽ. പല്ലിൽ ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണ് ഇനാമൽ. പല്ലിൽ നിർജീവമായ ഭാഗമാണ് ഇനാമൽ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെന്റേൻ. പൾപ്പ് കാവിറ്റിയിൽ കാണുന്ന മൃദുവായ യോജക കലയാണ് പൾപ്പ്. രക്തക്കുഴലുകളും ലിംഫ് വാഹികളും നാഡീതന്തുക്കളും കാണപ്പെടുന്ന ഭാഗമാണ് പൾപ്പ്. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് സിമന്റം. വായിലെ ഉമിനീർ ഗ്രന്ഥികളുടെ എണ്ണം 3 ജോഡി. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നിയാണ് സലൈവറി അമിലേസും ലൈസോസൈമും. ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കുന്നതിന് സഹായിക്കുന്നത് ലൈസോസൈമാണ്. അന്നജത്തെ ബാഹികമാക്കി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്നതിന് സഹായിക്കുന്ന രാസാഗ്നിയാണ് സലൈവറി അമിലേസ്. ബാഹികമായി ദഹിച്ച ആഹാരം വായിൽ നിന്ന് അന്നനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് ഗ്രസനിയിലൂടെയാണ്. ശ്വാസനാളവും അന്നനാളവും ആരംഭിക്കുന്നത് ഗ്രസനിയിൽ നിന്ന്. ശ്വാസനാളവും അന്നനാളവും വേർതിരിയുന്നത് എവിടെ വെച്ചാണ്? ക്ലോമഭിധാനം. ഭക്ഷണം ആമാശയത്തിൽ എത്തുന്നത് അന്നനാളഭിത്തിയുടെ തരംഗരൂപത്തിലുള്ള ചലനം കൊണ്ടാണ്. ഈ ചലനം അറിയപ്പെടുന്നത് പെരിസ്റ്റാൾസിസ്. മനുഷ്യന്റെ ദഹന വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നത് വായ, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ. ആമാശയ രസത്തിലെ ഘടകങ്ങളാണ് പെപ്സിൻ എൻസൈം, ഗ്യാസ്ട്രിക് ലിപ്പേസ് എൻസൈം, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ശ്ലേഷ്മം എന്നിവ. ആമാശയ രസത്തിൽ അടങ്ങിയിട്ടുള്ള രാസാഗ്നികൾ ഏതെല്ലാമാണ്? പെപ്സിനും ഗ്യാസ്ട്രിക് ലിപ്പേസും. പെപ്സിനും ഗ്യാസ്ട്രിക് ലിപ്പേസും കിട്ടിയോ? നോക്കൂ, പ്രോട്ടീനെ ബാഹികമായി പെപ്റ്റോണുകളാക്കി മാറ്റുന്ന എൻസൈമാണ് പെപ്സിൻ. പ്രോട്ടീനെ ബാഹികമായി പെപ്റ്റോണുകളാക്കി മാറ്റുന്ന എൻസൈമാണ് പെപ്സിൻ. നോട്ട് ചെയ്തോളൂ. പ്രോട്ടീനെ ബാഹികമായി പെപ്റ്റോൺ ആക്കുന്നത് ഏത് എൻസൈമാണ്? പെപ്സിൻ ആണ്. കൊഴുപ്പിനെ ബാഹികമായി ദഹിപ്പിക്കുന്ന എൻസൈമാണ് ഗ്യാസ്ട്രിക് ലിപ്പേസ്. അപ്പോൾ കൊഴുപ്പിനെ ബാഹികമായി ദഹിപ്പിക്കുന്ന എൻസൈമാണ് ഗ്യാസ്ട്രിക് ലിപ്പേസ്. ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച pH
ക്രമപ്പെടുത്തുകയും ചെയ്യുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. എന്താ അപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡ് അവിടെ ചെയ്യുന്നത്? ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച pH ക്രമപ്പെടുത്തുകയും ചെയ്യുന്നത് ആരാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നത് ശ്ലേഷ്മവും ബൈകാർബണേറ്റുകളുമാണ്. ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നത് ശ്ലേഷ്മവും ബൈകാർബണേറ്റുകളുമാണ്. ആമാശയ രസത്തിലെ പ്രധാന ഘടകമായ ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കുന്നത് ആരാണ്? ആമാശയഭിത്തിയിലെ ഓക്സിൻഡിക് കോശങ്ങളാണ്. ആരാണ്? ഓക്സിൻഡിക് കോശങ്ങൾ. എവിടത്തെ? ആമാശയഭിത്തിയിലെ ഓക്സിൻഡിക് കോശങ്ങളാണ് ആമാശയരസത്തിലെ പ്രധാന ഘടകമായ ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ pH എത്രയാണ്? 1:3 ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ pH 1:3. അപ്പൊ HClന്റെ pH എത്രയാണ്? 1:3. മനുഷ്യന്റെ ചെറുകുടലിന്റെ നീളം എത്രയാണ്? 5-6 മീറ്റർ. 5-6 മീറ്റർ ആണ് മനുഷ്യന്റെ ചെറുകുടലിന്റെ നീളം. ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ച്? ചെറുകുടലിൽ വെച്ച്. ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ച്? ചെറുകുടലിൽ വെച്ച്. അപ്പൊ ആരംഭിക്കുന്നതോ വായിൽ വെച്ച് അല്ലെ. ചെറുകുടലിന്റെ ആദ്യ ഭാഗം അറിയപ്പെടുന്നത് പക്വാശയം. ചെറുകുടലിന്റെ ആദ്യ ഭാഗം പക്വാശയം. കരൾ, ആഗ്നേയ ഗ്രന്ഥി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ഒരു പൊതുകുടലിലൂടെ എത്തിച്ചേരുന്നത് പക്വാശയത്തിലേക്കാണ്. അപ്പൊ കരൾ, ആഗ്നേയ ഗ്രന്ഥി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ഒരു പൊതുകുഴലിലൂടെ എത്തിച്ചേരുന്നത് എവിടെയാണ്? പക്വാശയത്തിലേക്കാണ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? കരളാണ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. പിത്തരസത്തിൽ എൻസൈമുകൾ ഇല്ല. പിത്തരസത്തിൽ എൻസൈമുകൾ ഉണ്ടോ? എൻസൈമുകൾ ഇല്ല. കൊഴുപ്പിനെ ചെറു കണികകളാക്കുകയും ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുകയും ചെയ്യുന്നത് ആരാണ്? പിത്തരസമാണ്. അപ്പൊ കൊഴുപ്പിനെ ചെറു കണികകളാക്കുന്നു, ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുകയും ചെയ്യുന്നത് ആരാണ്? പിത്തരസമാണ്. ആരാണ്? പിത്തരസം. പിത്തരസം സംഭരിക്കുന്നത് പിത്താശയത്തിലാണ്. നോക്കൂ, പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണെങ്കിലും പിത്തരസം സംഭരിക്കുന്നത് എവിടെയാണ്? പിത്താശയത്തിലാണ്. ആഗ്നേയരസം ഉൽപ്പാദിപ്പിക്കുന്നത് ആഗ്നേയ ഗ്രന്ഥിയാണ്. ആഗ്നേയരസം ഉൽപ്പാദിപ്പിക്കുന്നത് ആഗ്നേയ ഗ്രന്ഥി. ഏതാണ് ഈ ആഗ്നേയ ഗ്രന്ഥി? പാങ്ക്രിയാറ്റിക് ഗ്രന്ഥി അല്ലെ, പാങ്ക്രിയാസ് എന്നറിയപ്പെടുന്നത്. ആഗ്നേയരസത്തിൽ അടങ്ങിയിട്ടുള്ള എൻസൈമുകൾ ഏതെല്ലാമാണ്? ആഗ്നേയരസത്തിൽ അടങ്ങിയിട്ടുള്ള എൻസൈമുകളാണ് പാങ്ക്രിയാറ്റിക് അമിലേസ്, പാങ്ക്രിയാറ്റിക് ലിപ്പേസ് ആൻഡ് ട്രിപ്സിൻ. ഏതൊക്കെയാണ്? അമിലേസ്, ലിപ്പേസ്, ട്രിപ്സിൻ. എന്തുകൊണ്ട് പാങ്ക്രിയാറ്റിക്? പാങ്ക്രിയാസിലാണല്ലോ ഇതിന് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് പാങ്ക്രിയാറ്റിക് അമിലേസ്, പാങ്ക്രിയാറ്റിക് ലിപ്പേസ്, ട്രിപ്സിൻ എന്നിവ ആഗ്നേയരസത്തിൽ അടങ്ങിയിട്ടുള്ള എൻസൈമുകളാണ്. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന ആഗ്നേയരസത്തിലെ എൻസൈമാണ് പാങ്ക്രിയാറ്റിക് അമിലേസ്. നോക്കൂ, നേരത്തെ നമ്മൾ പഠിച്ചു എന്താണ്? അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് ആക്കുന്നത് സലൈവറി അമിലേസ് ആണെന്ന് പഠിച്ചു. ഇപ്പൊ എന്താ പറയുന്നത്? അന്നജത്തെ മാൾട്ടോസ് ആക്കുന്നത് ആരാണെന്നാ പറയുന്നത്? പാങ്ക്രിയാറ്റിക് അമിലേസ് ആണെന്നാ പറയുന്നത് അല്ലെ. അന്നജത്തെ മാൾട്ടോസ് ആക്കി ഭാഗികമായിട്ടേ നേരത്തെ വായിൽ വെച്ച് എന്ത് സംഭവിച്ചിട്ടുള്ളൂ? അന്നജം മാൾട്ടോസ് ആയി മാറിയിട്ടുള്ളൂ അല്ലെ. സലൈവറി അമിലേസ് ആണ് അത് ചെയ്യുന്നത്. അതുപോലെ അന്നജത്തെ മാൾട്ടോസ് ആക്കുന്ന രാസാഗ്നി ഏതാണ്? രാസാഗ്നി ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? പാങ്ക്രിയാറ്റിക് അമിലേസ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത്, പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്നത് ട്രിപ്സിൻ ആണ്. പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കുന്നത് ആരാണ്? ട്രിപ്സിൻ ആണ്. ട്രിപ്സിൻ. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ഇതുപോലെ പറഞ്ഞു, പ്രോട്ടീനെ പെപ്റ്റോൺ ആക്കുന്നത് പെപ്സിൻ ആണെന്ന് പറഞ്ഞു അല്ലെ. പെപ്സിൻ ആണെന്ന് പറഞ്ഞില്ലേ? അതുപോലെ പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്ന രാസാഗ്നി ഏതാണ്? ട്രിപ്സിൻ ആണ്. ട്രിപ്സിൻ. കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്ന എൻസൈമാണ് പാങ്ക്രിയാറ്റിക് ലിപ്പേസ്. അടുത്തത്, കൊഴുപ്പിനെ എന്താക്കി മാറ്റുന്നു? ഗ്ലിസറോളും ഫാറ്റി ആസിഡും അല്ലെ. കൊഴുപ്പിനെ ദഹിപ്പിച്ച് എന്താക്കി മാറ്റുന്നു? ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നത് ആരാണ്? പാങ്ക്രിയാറ്റിക് ലിപ്പേസ് ആണ്. ലിപ്പേസ്. ക്ലിയർ ആണോ? നോക്കൂ, കുറച്ച് പ്രോട്ടീൻസ്, കുറച്ച് പോഷകങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ ഒരു ടേബിളില്. ദഹനത്തിന് വിധേയമായ പോഷകങ്ങൾ നോക്കൂ. ദഹനത്തിന് വിധേയമാകുന്നത് ഏതൊക്കെയാണ്? ധാന്യകം, പ്രോട്ടീൻ, കൊഴുപ്പ് എന്നിവ ദഹനത്തിന് വിധേയമായി അത് എന്തായി മാറുന്നു? ദഹിച്ച ശേഷം അത് എന്തായി മാറുന്നു? നോക്കാം. ധാന്യകം ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയായി മാറുന്നു. ധാന്യകം ദഹിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാമായി മാറുന്നു? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയായി മാറുന്നു. പ്രോട്ടീൻ ദഹിച്ച് എന്തായി മാറുന്നു? അമിനോ ആസിഡ്.
പ്രോട്ടീൻ ദഹിച്ച് ഏത് രൂപത്തിലേക്കാണ് മാറുന്നത്? അമിനോ ആസിഡ്. കൊഴുപ്പാണെങ്കിലോ കൊഴുപ്പ് ദഹിച്ച് ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നിവയായി മാറുന്നു. അല്ലാതെ ഇപ്പൊ നോക്കൂ, ധാന്യകം, പ്രോട്ടീൻ, കൊഴുപ്പിനെയൊക്കെ ഡയറക്റ്റ് ആയിട്ട് രക്തത്തിലേക്ക് വലിച്ചെടുക്കാൻ പറ്റുമോ? ഇതിന്റെ പോഷകാംശങ്ങൾ വലിച്ചെടുക്കാൻ പറ്റുമോ രക്തത്തിന്? ഇല്ല. അതുകൊണ്ട് അവ ദഹനത്തിന് വിധേയമായി ലഭിക്കുന്ന ഇത്തരം ഉൽപ്പന്നങ്ങളെയാണ് എന്തായി മാറ്റുന്നത്? രക്തത്തിലേക്ക് കലർത്തുന്നത് അല്ലെ, രക്തം വലിച്ചെടുക്കുന്നത് അല്ലെ. അപ്പൊ ധാന്യകം എന്തായി മാറുന്നു? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയായി മാറുന്നു. പ്രോട്ടീൻ അമിനോ ആസിഡായി മാറുന്നു. കൊഴുപ്പ് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായി മാറുന്നു. അപ്പൊ ഇതിനെ ദഹിപ്പിക്കുന്ന എൻസൈമുകൾ ഏതാണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. കൊഴുപ്പിനെ ദഹിപ്പിക്കുന്നത് ആസിഡും ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്ന ആരാണ്? പാൻക്രിയാറ്റിക് ലിപ്പേസ് ആണ്. പ്രോട്ടീനെ അമിനോ ആസിഡ് ആക്കി മാറ്റുന്നത് ആരാണ്? പെപ്റ്റൈഡ് ആക്കി മാറ്റുന്നത് ട്രിപ്സിൻ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അതാണ് നമ്മൾ മുന്നേ പഠിച്ച കാര്യം. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് ലഘു പോഷക ഘടകങ്ങളുടെ ആഗിരണം ആരംഭിക്കുന്നത് ചെറുകുടലിൽ വെച്ചാണ്. എന്താ പറയുന്നത്? ലഘു പോഷക ഘടകങ്ങളുടെ ആഗിരണം ആരംഭിക്കുന്നത് എവിടെ വെച്ചാണ്? പോഷകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ച്. എവിടെ വെച്ച്? ചെറുകുടലിൽ വെച്ച്. ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും അമിനോ ആസിഡും ആഗിരണം ചെയ്യപ്പെടുന്നത് രക്തത്തിലേക്കാണ്. നമ്മൾ പറഞ്ഞു, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് എന്നിവ ആഗിരണം ചെയ്യപ്പെടുന്നത് രക്തത്തിലേക്കാണ്. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആഗിരണം ചെയ്യപ്പെടുന്നത് ലാക്റ്റിയലുകൾക്കുള്ളിലെ ലിംഫിലേക്കാണ്. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആഗിരണം ചെയ്യപ്പെടുന്നത് ലാക്റ്റിയലുകൾക്കുള്ളിലെ ലിംഫിലേക്കാണ്. ലിംഫിലേക്ക്. ഓക്കെ, വഴിയെ നോക്കാം എന്താണ് ലാക്റ്റിയലുകൾ എന്ന്. ഓക്കെ, ആദ്യം ഇതൊന്ന് റിവൈസ് ചെയ്താലോ? ഒന്നുകൂടെ നോക്കാം. പ്രോട്ടീനിനെ ഭാഗികമായി പെപ്റ്റോണുകളാക്കി മാറ്റുന്ന എൻസൈമാണ് പെപ്സിൻ. കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്ന എൻസൈമാണ് ഗ്യാസ്ട്രിക് ലിപ്പേസ്. ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച pH ക്രമപ്പെടുത്തുകയും ചെയ്യുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നത് ശ്ലേഷ്മവും ബൈകാർബണേറ്റുകളുമാണ്. ആമാശയ രസത്തിലെ പ്രധാന ഘടകമായ ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കുന്നത് ആമാശയ ഭിത്തിയിലെ ഓക്സെന്റിക് കോശങ്ങളാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ pH മൂല്യം 1:3 ആണ്. മനുഷ്യന്റെ ചെറുകുടലിന്റെ നീളം 5-6 മീറ്റർ. ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ച്. ചെറുകുടലിന്റെ ആദ്യ ഭാഗം പക്വാശയം, കരൾ, ആഗ്നേയ ഗ്രന്ഥി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ഒരു പൊതുകുഴലിലൂടെ എത്തിച്ചേരുന്നത് പക്വാശയത്തിലേക്ക്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. പിത്തരസത്തിൽ എൻസൈമുകളില്ല. കൊഴുപ്പിനെ ചെറു കണികകളാക്കുകയും ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുകയും ചെയ്യുന്നത് പിത്തരസമാണ്. പിത്തരസം സംഭരിക്കുന്നത് പിത്താശയത്തിൽ. ആഗ്നേയ രസം ഉൽപ്പാദിപ്പിക്കുന്നത് ആഗ്നേയ ഗ്രന്ഥി. ആഗ്നേയ രസത്തിൽ അടങ്ങിയിട്ടുള്ള എൻസൈമുകളാണ് പാൻക്രിയാറ്റിക് അമിലേസ്, ട്രിപ്സിൻ, പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്നിവ. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന ആഗ്നേയ രസത്തിലെ എൻസൈമാണ് പാൻക്രിയാറ്റിക് അമിലേസ്. പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്നത് ട്രിപ്സിനാണ്. കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്ന എൻസൈമാണ് പാൻക്രിയാറ്റിക് ലിപ്പേസ്. ദഹനത്തിന് വിധേയമായ പോഷകങ്ങൾ ധാന്യകം, പ്രോട്ടീൻ, കൊഴുപ്പ് എന്നിവ. ധാന്യകം ദഹനത്തിന് വിധേയമായി ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയായി മാറുന്നു. പ്രോട്ടീൻ ദഹനത്തിന് വിധേയമായി അമിനോ ആസിഡായി മാറുന്നു. കൊഴുപ്പ് ദഹനത്തിന് വിധേയമായി ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നിവയായി മാറുന്നു. ലഘു പോഷക ഘടകങ്ങളുടെ ആഗിരണം ആരംഭിക്കുന്നത് ചെറുകുടലിൽ വെച്ചാണ്. ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും അമിനോ ആസിഡും ആഗിരണം ചെയ്യപ്പെടുന്നത് രക്തത്തിലേക്കാണ്. എന്നാൽ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആഗിരണം ചെയ്യപ്പെടുന്നത് ലാക്റ്റിയലുകൾക്കുള്ളിലെ ലിംഫിലേക്കാണ്. ക്ലിയർ ആണോ? നോക്കാം. അടുത്തത് ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലുള്ള ഭാഗം അറിയപ്പെടുന്നത് വില്ലസുകൾ. ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലുള്ള ഭാഗം അറിയപ്പെടുന്നത് വില്ലസുകൾ. PYQ നോട്ട് ചെയ്യാം. ചെറുകുടലിനകത്ത് പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്നത് വില്ലസുകളാണ്. അപ്പോൾ ചെറുകുടലിനകത്ത് പോഷക ആഗിരണം ചെയ്യണം അല്ലെ, അവിടെ പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്നത് ആരാണ്? വില്ലസുകളാണ്. രക്തലോമികകളും ലിംഫ് ലോമികകളായ ലാക്റ്റിയലുകളും കാണപ്പെടുന്നത് വില്ലസിലാണ്. അപ്പോൾ വില്ലസിൽ എന്തൊക്കെ കാണപ്പെടുന്നുണ്ട്? രക്തലോമികകൾ കാണപ്പെടുന്നുണ്ട്, ലിംഫ് ലോമികകൾ കാണപ്പെടുന്നുണ്ട്. ഈ ലിംഫ് ലോമികകളായ ലാക്റ്റിയലുകൾ എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു, ലാക്റ്റിയലുകൾക്കുള്ളിലെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആഗിരണം ചെയ്യപ്പെടുന്നത് ലാക്റ്റിയലുകൾക്കുള്ളിലെ ലിംഫിലാണെന്ന് പറഞ്ഞു. അപ്പം ഈ ലിംഫ് ലോമികകളായ ലാക്റ്റിയലുകളും രക്തലോമികളും കാണപ്പെടുന്ന എവിടെയാണ്? വില്ലസിലാണ്. വില്ലസ് എവിടെയാണ്? ചെറുകുടലിൽ കാണപ്പെടുന്ന സൂക്ഷ്മങ്ങളായ ചെറുവിരലുകൾ പോലുള്ള ഭാഗമാണ് വില്ലസുകൾ. ക്ലിയർ ആയോ?
ഓക്കെ, അപ്പൊ അടുത്തത് ജലത്തിൽ ലയിക്കുന്ന ലഘു പോഷകങ്ങൾ. ശ്രദ്ധിക്കുക, ജലത്തിൽ ലയിക്കുന്ന ലഘു പോഷകങ്ങൾ ഏതെല്ലാമാണ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് എന്നിവ ജലത്തിൽ ലയിക്കുന്ന ലഘു പോഷകങ്ങളാണ്. ഇവ ആഗിരണം ചെയ്യപ്പെടുന്നത് രക്തത്തിലേക്കാണ്. അപ്പോൾ ഈ പറയുന്ന ഫാറ്റി ആസിഡും ഗ്ലിസറോളും എന്തല്ല ജലത്തിൽ ലയിക്കോ? സംശയമാണ് അല്ലെ. അപ്പൊ ഇത് ജലത്തിൽ ലയിക്കുന്ന ലഘു പോഷകങ്ങളായ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് എന്നിവ ആഗിരണം ചെയ്യപ്പെടുന്നത് രക്തത്തിലേക്കാണ്. പോഷക ഘടകങ്ങളുടെയും 90% ജലത്തിന്റെയും ആഗിരണം നടക്കുന്നത് വില്ലസിലൂടെയാണ്. അപ്പൊ പോഷക ഘടകങ്ങളും ജലവും ആഗിരണം ചെയ്യപ്പെടുന്ന ഏതിലൂടെയാണ്? വില്ലസിലൂടെയാണ്. പോഷക ഘടകങ്ങളുടെ ആഗിരണത്തിന് ശേഷമുള്ള ദഹനാവശിഷ്ടങ്ങൾ നീങ്ങുന്നത് ഏത് ഭാഗത്തേക്കാണ്? വൻകുടലിലേക്കാണ്. പോഷകഘടകങ്ങളുടെ ആഗിരണത്തിന് ശേഷമുള്ള ദഹനാവശിഷ്ടങ്ങൾ നീങ്ങുന്നത് വൻകുടലിലേക്കാണ്. മനുഷ്യന്റെ ദഹനത്തിന് വേണ്ട സമയം എത്രയാണ്? 4 to 5 മണിക്കൂർ. 4 to 5 മണിക്കൂറാണ് മനുഷ്യന്റെ ദഹനത്തിന് വേണ്ട സമയം. ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ ഒഴുക്കിനെ വിളിക്കുന്നതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ. എന്താണ്? ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ ഒഴുക്കിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഡിഫ്യൂഷൻ. അടുത്തത് സിമ്പിൾ ഡിഫ്യൂഷന് ഉദാഹരണം എന്താണ്? ലാക്റ്റിയലുകൾക്കുള്ളിൽ ഉള്ള ഫാറ്റി ആസിഡിന്റെയും ഗ്ലിസറോളിന്റെയും ആഗിരണം. അപ്പോൾ ലാക്റ്റിയലുകൾക്കുള്ളിലെ ഫാറ്റി ആസിഡിന്റെയും ഗ്ലിസറോളിന്റെയും ആഗിരണമാണ് സിമ്പിൾ ഡിഫ്യൂഷന് ഉദാഹരണം. അടുത്ത കോശത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്തോടെ നടക്കുന്ന ഡിഫ്യൂഷൻ അറിയപ്പെടുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്നാണ്. കോശസ്തരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്തോടെ നടക്കുന്ന ഡിഫ്യൂഷൻ അറിയപ്പെടുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്നാണ്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഉദാഹരണമാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ചില അമിനോ ആസിഡുകൾ എന്നിവയുടെ രക്തലോമികളിലേക്കുള്ള ആഗിരണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ലഘു ഘടകങ്ങളായ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ചില അമിനോ ആസിഡുകൾ എന്നിവ രക്തരോമികൾക്കുള്ളിൽ ആഗിരണം ചെയ്യപ്പെടുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഓക്കെ, സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാലോ എന്താണ് അതിന് എക്സാമ്പിള്? ലാക്റ്റിയലുകൾക്കുള്ളിലെ ഫാറ്റി ആസിഡിന്റെയും ഗ്ലിസറോളിന്റെയും ആഗിരണം. അത് രണ്ടും ഉദാഹരണം സഹിതം പഠിച്ചേക്കാം. അടുത്തത് ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കുള്ള ഒരു അർദ്ധധാര്യ സ്ഥലത്തിലൂടെയുള്ള ജലതന്മാത്രകളുടെ പ്രവാഹമാണ് ഓസ്മോസിസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ഓസ്മോസിസ്? ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കുള്ള ഒരു അർദ്ധധാര്യ സ്ഥലത്തിലൂടെയുള്ള ജലതന്മാത്രകളുടെ പ്രവാഹമാണ് ഓസ്മോസിസ്. ക്ലിയർ ആണോ? അടുത്തത് ജലം ആഗിരണം ചെയ്യപ്പെടുന്നത് ഓസ്മോസിസിലൂടെയാണ്. ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്നും കൂടിയ ഭാഗത്തേക്ക്. നോക്കൂ, നേരെ ഓപ്പോസിറ്റ് ആണ് അടുത്ത് പറയുന്നത്. ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്നും കൂടിയ ഭാഗത്തേക്ക് ഊർജം ഉപയോഗിച്ച് വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ തന്മാത്രകൾ ആഗിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നാണ്. ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്നും കൂടിയ ഭാഗത്തേക്ക് ഊർജം ഉപയോഗിച്ച് വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ തന്മാത്രകൾ ആഗിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പ്രക്രിയയ്ക്ക് ഉദാഹരണം എന്താണ്? ചെറുകുടലിൽ ഗ്ലൂക്കോസ്, ലവണങ്ങൾ എന്നിവയുടെ ഗാഢത കുറയുമ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെയാണ് ആഗിരണം നടക്കുന്നത്. അപ്പോൾ ചെറുകുടലിൽ ഗ്ലൂക്കോസ്, ലവണങ്ങൾ എന്നിവയുടെ ഗാഢത കുറയുമ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെയാണ് ആഗിരണം നടക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതോടെ നമ്മുടെ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താലോ? ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലുള്ള ഭാഗം അറിയപ്പെടുന്നത് വില്ലസുകൾ. ചെറുകുടലിനകത്ത് പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്നത് വില്ലസുകളാണ്. രക്തലോമികകളും ലിംഫ് ലോമികകളായ ലാക്റ്റിയലുകളും കാണപ്പെടുന്നത് വില്ലസിലാണ്. ജലത്തിൽ ലയിക്കുന്ന ലഘു പോഷകങ്ങളായ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് എന്നിവ ആഗിരണം ചെയ്യപ്പെടുന്നത് രക്തത്തിലേക്കാണ്. പോഷക ഘടകങ്ങളുടെയും 90% ജലത്തിന്റെയും ആഗിരണം നടക്കുന്നത് വില്ലസിലൂടെ. പോഷക ഘടകങ്ങളുടെ ആഗിരണത്തിന് ശേഷമുള്ള ദഹനാവശിഷ്ടങ്ങൾ നീങ്ങുന്നത് ഏത് ഭാഗത്തേക്കാണ്? വൻകുടൽ. മനുഷ്യന്റെ ദഹനത്തിന് വേണ്ട സമയം 4 to 5 മണിക്കൂർ. ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ ഒഴുക്കിനെ വിളിക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ ഉദാഹരണം ലാക്റ്റിയലുകളിലേക്കുള്ള ഫാറ്റി ആസിഡിന്റെയും ഗ്ലിസറോളിന്റെയും ആഗിരണം. കോശസ്തരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്തോടെ നടക്കുന്ന ഡിഫ്യൂഷൻ അറിയപ്പെടുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഉദാഹരണമാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ചില അമിനോ ആസിഡുകൾ എന്നിവയുടെ
രക്തലോമികളിലേക്കുള്ള ആഗിരണം. ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർദ്ധധാരി സ്ഥലത്തിലൂടെയുള്ള ജലതന്മാത്രകളുടെ പ്രവാഹമാണ് ഓസ്മോസിസ്. ജലം ആഗിരണം ചെയ്യപ്പെടുന്നത് ഓസ്മോസിലൂടെയാണ്. ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്നും കൂടിയ ഭാഗത്തേക്ക് ഊർജ്ജം ഉപയോഗിച്ച വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ തന്മാത്രകൾ ആഗിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പ്രക്രിയയ്ക്ക് ഉദാഹരണമാണ് ചെറുകുടലിൽ ഗ്ലൂക്കോസ്, ലവണങ്ങൾ എന്നിവയുടെ ഗാഢത കുറയുമ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെയാണ് ആഗിരണം നടക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ ആ ചാപ്റ്റർ. അപ്പൊ നമ്മൾ അടുത്തൊരു ചാപ്റ്ററിലോട്ട് നീങ്ങാണ് കേട്ടോ. 9ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായം ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക്. ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക് നോക്കാം. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഏത്? രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തുവാണ് EDTA. എന്താണ് EDTA? എഥിലീൻ ഡയാമിൻ ടെട്രാ അസറ്റിക് ആസിഡ്. എഥിലിൻ ഡയാമിൻ ടെട്രാ അസറ്റിക് ആസിഡ് ആണ് രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു. ഇതിനെ നമുക്ക് എങ്ങനെ വായിക്കാം? ഏട്ട എന്ന് വായിക്കാം അല്ലെ. EDD സൈലന്റ് ആക്കിയിട്ട് ETA ഏട്ട അല്ലെ. EDTA എഥിലിൻ ഡയാമിൻ ടെട്രാ അസറ്റിക് ആസിഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് എത്ര? രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് 55%. രക്തത്തിൽ പ്ലാസ്മയുടെ അളവ് 55% PYQ ആണ്. രക്തത്തിൽ 45% രക്തകോശങ്ങളാണുള്ളത്. രക്തത്തിൽ 45% രക്തകോശങ്ങളാണുള്ളത്. രക്തകോശങ്ങൾ കാണപ്പെടുന്നത് പ്ലാസ്മയിലാണ്. രക്തകോശങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? പ്ലാസ്മയിൽ. പ്ലാസ്മയുടെ നിറം എന്താണ്? ഇളം മഞ്ഞ. പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞ. ദഹന ഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡുകൾ, ഗ്ലിസറോൾ തുടങ്ങിയ ലഘു ഘടകങ്ങൾ കോശങ്ങളിൽ എത്തുന്നത് പ്ലാസ്മയിലൂടെയാണ്. അപ്പോൾ ദഹനഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ തുടങ്ങിയ ലഘു ഘടകങ്ങൾ കോശത്തിലെത്തുന്ന ഏതിലൂടെയാണ്? കോശത്തിലെത്തുന്നത് പ്ലാസ്മയിലൂടെ. ക്ലിയർ ആണോ? ഓക്കെ. അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ആദ്യം പറഞ്ഞത് ഈ പറയുന്ന ദഹനഫലമായി ഉണ്ടായ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡുകൾ, ഗ്ലിസറോൾ തുടങ്ങിയവ ആഗിരണം ചെയ്യപ്പെടുന്ന രക്തത്തിലേക്കല്ലേ? അതെ, രക്തത്തിലേക്കാണ്. പക്ഷെ ഏതിലൂടെയാണ്? പ്ലാസ്മയിലൂടെ. ഈ പ്ലാസ്മ എവിടെയാണ് കാണപ്പെടുന്നത്? രക്തത്തിലല്ലേ? ഓക്കെ, ക്ലിയർ ആയോ? ഇപ്പം അടുത്തത് പ്ലാസ്മയിലെ ഘടകങ്ങൾ. പ്ലാസ്മയിലെ ഘടകങ്ങൾ ജലം 90-92% ജലമുണ്ട്. പ്രോട്ടീൻ 7-8% പ്രോട്ടീനും എവിടെയുണ്ട്? പ്ലാസ്മയിലുണ്ട്. അപ്പൊ പ്ലാസ്മയിൽ 90-92% ജലവും 7-8% പ്രോട്ടീനുമുണ്ട്. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. അപ്പൊ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ആൽബുമിൻ. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഗ്ലോബുലിൻ. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫിബ്രിനോജൻ അഥവാ ഫൈബ്രിനോജൻ എന്നൊക്കെ പറയാം. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ. മനുഷ്യ ശരീരത്തിൽ ഹൃദയത്തിന്റെ സ്ഥാനം ഔരശാസ്യത്തിന്റെ മാറിലിന് പിറകിലായി 2 ശ്വാസകോശങ്ങളുടെയും നടുവിൽ ഇടതുവശത്തേക്ക് അല്പം ചരിഞ്ഞ് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ എവിടെയാണ് ഹൃദയത്തിന്റെ സ്ഥാനം? ഔരശാസ്യത്തിൽ. എന്താണ്? ഔരശാസ്യത്തിൽ മാറിലിന് പിറകിലായി 2 ശ്വാസകോശങ്ങളുടെയും നടുവിൽ ഇടതുവശത്തേക്ക് അല്പം ചരിഞ്ഞായി സ്ഥിതി ചെയ്യുന്നതാണ് എന്ത്? ഹൃദയം. ക്ലിയർ ആയോ? ഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ടസ്തരമാണ് പെരികാർഡിയം. ഹൃദയത്തെ ആവരണം ചെയ്തു കാണപ്പെടുന്ന ഇരട്ടസ്തരം പെരികാർഡിയം. ഹൃദയമിടിക്കുമ്പോൾ സ്തരങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഘർഷണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നത് പെരികാർഡിയൽ ദ്രവമാണ്. ഹൃദയമിടിക്കുമ്പോൾ സ്തരങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഘർഷണം കുറയ്ക്കുന്നതിനായി സഹായിക്കുന്നത് ആരാണ്? പെരികാർഡിയൽ ദ്രവം. രക്തക്കുഴലുകൾ എത്ര തരമാണുള്ളത്? 3 തരം രക്തക്കുഴലുകളുണ്ട്. 3 തരം രക്തക്കുഴലുകളുണ്ട്. ഏതൊക്കെയാണ്? സിര, ധമനി, ലോമികകൾ. സിര, ധമനി, ലോമികകൾ എന്നിവയാണ് 3 തരം രക്തക്കുഴലുകൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറയുന്ന സിര എന്താണ്, ധമനി എന്താണ്, ലോമികകൾ എന്താണെന്ന് അറിയണ്ടേ? നോക്കാം. എന്താണ് സിര? രക്തത്തെ ഹൃദയത്തിലേക്ക് വഹിക്കുന്ന രക്തക്കുഴലാണെന്ത്? സിര. രക്തത്തെ ഹൃദയത്തിലേക്ക് വഹിക്കുന്നു. കനം കുറഞ്ഞ ഭിത്തി, വാൽവുകൾ കാണപ്പെടുന്നു. സിരകളിലൂടെ കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. രക്തം ഒഴുകുന്നത് എങ്ങോട്ടാണ്? ഹൃദയത്തിലേക്ക്. അപ്പോൾ സ്പീഡിൽ പമ്പ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ സിരകളിലൂടെ കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. എവിടേക്ക്? ഹൃദയത്തിലേക്ക്. സിര. ക്ലിയർ ആണോ? അപ്പൊ സിരയുടെ പ്രത്യേകത എന്താണ്? രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്നു. കനം കുറഞ്ഞ ഭിത്തിയാണ്. വാൽവുകൾ കാണപ്പെടുന്നു. സിരകളിലൂടെ കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. അടുത്തത് ധമനി.
എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുന്നു, ഹൃദയത്തിൽ നിന്ന് രക്തത്തെ വഹിക്കുന്നു. ഇലാസ്തികതയുള്ളതും കനം കൂടിയതുമായ ഭിത്തി. എന്തുകൊണ്ടാണ് നോക്കാം? ഇലാസ്തികതയുള്ളതും കനം കൂടിയതുമായ ഭിത്തിയാണ്. എന്തുകൊണ്ടാണ്? ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തമൊഴുകുന്നത്. അപ്പോൾ ഉയർന്ന വേഗത്തിലും രക്തത്തിലും മർദ്ദത്തിലുമാണ് രക്തമൊഴുകുന്നത്. അതുകൊണ്ട് തന്നെ അതിന് എന്ത് വേണം? ഇലാസ്തികത വേണം, കനം വേണം. വേണ്ടേ? അപ്പൊ എന്താണ്? ഹൃദയത്തിൽ നിന്ന് രക്തത്തെ വഹിക്കുന്നത് ധമനിയാണ്. ഇലാസ്തികതയുള്ളതും കനം കൂടിയതുമായ ഭിത്തിയാണ്. ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ക്ലിയർ ആണോ? അടുത്തത് നോക്കാം. ലോമികകൾ. ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് ലോമികകൾ. എന്താണ് ലോമികകൾ? ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് ലോമികകൾ. ഒറ്റ നിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഭിത്തി. ഒറ്റ നിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഭിത്തി. ഭിത്തിയിൽ അതിസൂക്ഷ്മമായ സുഷിരങ്ങളുണ്ട്. ഭിത്തിയിൽ അതിസൂക്ഷ്മമായ സുഷിരങ്ങൾ. വാൽവുകൾ കാണപ്പെടുന്നില്ല. വാൽവുണ്ടോ? ഇല്ല, വാൽവുകൾ കാണപ്പെടുന്നില്ല. കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തമൊഴുകുന്നത്. കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തമൊഴുകുന്നത്. ധമനികളിൽ നിന്ന് സിരകളിലേക്ക് രക്തമൊഴുകുന്നു. ധമനികളിൽ നിന്ന് സിരകളിലേക്ക് രക്തമൊഴുകുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തത് പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്നത് എന്താണ്? സൈനോ ഏട്രിയൽ നോഡാണ്. SA നോഡ് എന്നറിയപ്പെടുന്ന സൈനോ ഏട്രിയൽ നോഡാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്. സൈനോ ഏട്രിയൽ നോഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിൽ. വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിലാണ് സൈനോ ഏട്രിയൽ നോഡ് സ്ഥിതി ചെയ്യുന്നത്. ഏട്രിയൽ നോഡ്. അപ്പൊ എന്തായിരിക്കും? ഏട്രിയത്തിന്റെ ഭിത്തിയിലായിരിക്കും. സൈനോ ഏട്രിയൽ നോഡ് വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിൽ. ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതും സൈനോ ഏട്രിയൽ നോഡാണ്. അപ്പൊ എന്താണ് സൈനോ ഏട്രിയൽ നോഡ് ചെയ്യുന്നത്? ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതും ആരാണ്? സൈനോ ഏട്രിയൽ നോഡാണ്. അടുത്തത് കൃത്രിമ പേസ് മേക്കർ. കൃത്രിമ പേസ് മേക്കർ കണ്ടുപിടിച്ചത് വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആണ്. കൃത്രിമ പേസ് മേക്കർ കണ്ടുപിടിച്ച ആരാണ്? വിൽസൺ ഗ്രേറ്റ് ബാച്ച്. ഓക്കെ. അടുത്തത് ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം. ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം 4. മനുഷ്യ ഹൃദയത്തിന്റെ മുകളിലത്തെ 2 അറകളാണ് ഏട്രിയം. മനുഷ്യ ഹൃദയത്തിന്റെ മുകളിലത്തെ 2 അറകളാണ് ഏട്രിയം. മനുഷ്യന്റെ ഹൃദയത്തിന്റെ താഴത്തെ അറകൾ അറിയപ്പെടുന്നത് വെൻട്രിക്കിൾ എന്നാണ്. എന്താണ്? വെൻട്രിക്കിൾ. മുകളിലുള്ളത് ഏട്രിയം, താഴെയുള്ളത് വെൻട്രിക്കിൾ. ഇടത് ഏട്രിയത്തിന്, അപ്പോൾ ഹൃദയത്തിന് 4 ഭാഗങ്ങളുണ്ട് അല്ലെ, 4 അറകളുണ്ട്. അപ്പോൾ അതില് ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വാൽവാണ് ബൈകാസ്പിഡൽ വാൽവ്. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു നോട്ട്ബുക്കും പേനയും കയ്യിൽ കരുതാൻ പറഞ്ഞിരുന്നു. നിങ്ങളൊരു ഹൃദയം വരയ്ക്കുക. നിങ്ങൾക്കറിയുന്ന രീതിയിൽ വരച്ച് അതിന് 4 പാർട്ടാക്കുക. അതിന് ഏറ്റവും മുകളിലുള്ളത് ഏട്രിയം എന്നും താഴെ വെൻട്രിക്കിൾ എന്ന് എഴുതുക. ഇടത് ഏട്രിയം, ഇടത് വെൻട്രിക്കിൾ, വലത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ എന്ന് ആദ്യം നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ എഴുതി തുടങ്ങുന്ന ഏത് ഭാഗത്തു നിന്നായിരിക്കും? ഇടത് ഭാഗത്തു നിന്നായിരിക്കും. അപ്പോൾ ഇടത്. പിന്നെ അടുത്തത് വലത്. മുകളിൽ എഴുതുക വെൻട്രിക്കിൾ, ഏട്രിയം, താഴെ വെൻട്രിക്കിൾ എന്ന് എഴുതുക. ഇടത് ഭാഗത്ത് ഇടത് ഏട്രിയം, വലത് ഭാഗത്ത് വലത് ഏട്രിയം എന്ന് എഴുതുക. താഴെ ഇടത് വെൻട്രിക്കിൾ, വലത് വെൻട്രിക്കിൾ എന്ന് എഴുതുക. എഴുതി അങ്ങ് വെക്കുക. അതിനുശേഷം ചെയ്യേണ്ടത് എന്താ? ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വാൽവ് വരയ്ക്കുക. എങ്ങനെയാണ്? അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് ബൈകാസ്പിഡൽ വാൽവ് എന്ന് എഴുതിക്കോളൂ. ബൈകാസ്പിഡൽ വാൽവ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉറച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ വരച്ചു പഠിക്കണം. അപ്പോൾ ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വാൽവ് ഏതാണ്? ബൈകാസ്പിഡൽ വാൽവാണ്. എന്താണ്? ബൈകാസ്പിഡ് വാൽവാണ് ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വാൽവ് ഏതായിരിക്കും? ട്രൈകാസ്പിഡ് വാൽവാണ്. ഏതാണ്? ട്രൈകാസ്പിഡ് വാൽവാണ് വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വാൽവ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. പ്ലാസ്മയിലെ ഘടകങ്ങൾ: ജലം 90-92%, പ്രോട്ടീനുകൾ 7-8%. അപ്പോൾ പ്ലാസ്മയിൽ എന്താണുള്ളത്? പ്രോട്ടീനും ഉണ്ട്, ജലവും ഉണ്ട് അല്ലേ. അപ്പോൾ പ്രോട്ടീൻ ഏതൊക്കെയാണെന്ന് നോക്കാം. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ.
എന്താണ്? രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. മനുഷ്യ ശരീരത്തിൽ ഹൃദയത്തിന്റെ സ്ഥാനം ഔരസാശയത്തിൽ മാറലിന് പിറകിലായി 2 ശ്വാസകോശങ്ങളുടെയും നടുവിൽ ഇടതുവശത്തേക്ക് അല്പം ചെരിഞ്ഞ് സ്ഥിതി ചെയ്യുന്നു. ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. ഹൃദയം ഇടിക്കുമ്പോൾ സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഘർഷണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നത് പെരികാർഡിയൽ ദ്രവമാണ്. രക്തക്കുഴലുകൾ എത്ര തരമാണ്? 3 തരം. സിരാധമനീലോമികകൾ. സിരയുടെ പ്രത്യേകത എന്താണ്? രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്നു. കനം കുറഞ്ഞ ഭിത്തിയാണ്. വാൽവുകൾ കാണപ്പെടുന്നു. സിരകളിലൂടെ കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. അടുത്തത് ധമനി. ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുന്നു. ഇലാസ്തികതയുള്ളതും കനം കൂടിയതുമായ ഭിത്തി. ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. അടുത്തത് ലോമികകൾ. ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് ലോമികകൾ. ഒറ്റ നിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഭിത്തി. ഭിത്തിയിൽ അതിസൂക്ഷ്മമായ സുഷിരങ്ങൾ. വാൽവുകൾ കാണപ്പെടുന്നില്ല. കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ധമനികളിൽ നിന്ന് സിരകളിലേക്ക് രക്തം ഒഴുകുന്നു. ഓക്കെ, അടുത്തത് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് സൈനോ ഏട്രിയൽ നോഡാണ്. SA നോഡ് എന്നറിയപ്പെടുന്ന സൈനോ ഏട്രിയൽ നോഡാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്. സൈനോ ഏട്രിയൽ നോഡ് സ്ഥിതി ചെയ്യുന്നത് വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിലാണ്. സൈനോ ഏട്രിയൽ നോഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിൽ. ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതും സൈനോ ഏട്രിയൽ നോഡാണ്. ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതും സൈനോ ഏട്രിയൽ നോഡാണ്. കൃത്രിമ പേസ് മേക്കർ കണ്ടുപിടിച്ചത് ആരാണ്? വിൽസൺ ഗ്രേറ്റ് ബാച്ച്. ആരാണ്? വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആണ് കൃത്രിമ പേസ് മേക്കർ കണ്ടുപിടിച്ചത്. ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം 4. മനുഷ്യ ഹൃദയത്തിന്റെ മുകളിലത്തെ 2 അറകളാണ് ഏട്രിയം. മനുഷ്യ ഹൃദയത്തിന്റെ താഴത്തെ അറകൾ അറിയപ്പെടുന്നത് വെൻട്രിക്കിൾ എന്നാണ്. ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വാൾവാണ് ബൈകാസ്പിഡ് വാൾവ്. വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വാൾവാണ് ട്രൈകാസ്പിഡ് വാൾവ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ. അടുത്തത് മനുഷ്യനിലെ രക്തപര്യന വ്യവസ്ഥ ദ്വിപര്യനം. മനുഷ്യ രക്തപര്യന വ്യവസ്ഥ എത്രയാണ്? ഏതാണ്? ദ്വിപര്യനമാണ് മനുഷ്യനിലെ രക്തപര്യന വ്യവസ്ഥ. ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ. നോക്കൂ, എന്തിനാ വരയ്ക്കാൻ പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ നിങ്ങൾ വരച്ചിട്ടുണ്ടാവും, ഹൃദയം വരച്ചിട്ടുണ്ടാവും. അതിന് 4 പാർട്ടാക്കിയിട്ടുണ്ടാവും. അതിലെ വെൻട്രിക്കിളും ഏട്രിയവും എഴുതിയിട്ടുണ്ടാവും. ഇടത് വലത് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ വരച്ചോളൂ. ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന രക്തപര്യനം അറിയപ്പെടുന്നത് സിസ്റ്റമിക് രക്തപര്യനം. എന്താണ്? സിസ്റ്റമിക് രക്തപര്യനം. ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന രക്തപര്യനമാണ് സിസ്റ്റമിക് രക്തപര്യനം. അതുപോലെ വലത് വെൻട്രിക്കിളിൽ തുടങ്ങി ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന രക്തപര്യനമാണ് പൾമണറി പര്യനം. എന്താണ്? പൾമണറി പര്യനം. അടുത്തത് അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്ന സിരകളാണ് പോർട്ടൽ സിരകൾ. എന്താണ്? പോർട്ടൽ സിരകൾ. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്ന സിരകൾ അറിയപ്പെടുന്ന പോർട്ടൽ സിരകൾ. പോർട്ടൽ സിരകൾ ഉൾപ്പെട്ട രക്തപര്യനമാണ് പോർട്ടൽ വ്യവസ്ഥ. പോർട്ടൽ സിരകൾ ഉൾപ്പെട്ട രക്തപര്യനം അറിയപ്പെടുന്നത് പോർട്ടൽ വ്യവസ്ഥ. പോർട്ടൽ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ് ഹെപ്പാറ്റിക് പോർട്ടൽ വ്യവസ്ഥ. എന്താണ്? ഹെപ്പാറ്റിക് പോർട്ടൽ വ്യവസ്ഥ. ഉപാചയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് കരൾ. ഉപാചയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം കരളാണ്. ഹൃദയ അറകളുടെ സങ്കോചനമാണ് സിസ്റ്റളി. ഹൃദയ അറകളുടെ സങ്കോചനം അറിയപ്പെടുന്നത് സിസ്റ്റളി എന്നാണ്. ഹൃദയ അറകളുടെ വിശ്രമാവസ്ഥ അറിയപ്പെടുന്നത് ഡയസ്റ്റോളി എന്നാണ്. എന്താണ്? ഹൃദയ അറകളുടെ വിശ്രമാവസ്ഥ ഡയസ്റ്റോളി എന്നറിയപ്പെടുന്നു. ഒരു സിസ്റ്റളിയും ഡയസ്റ്റളിയും ചേർന്ന് അറിയപ്പെടുന്നതാണ് ഹൃദയസ്പന്ദനം. അപ്പോൾ ഒരു സിസ്റ്റളിയും ഡയസ്റ്റളിയും ചേർന്ന് അറിയപ്പെടുന്നത് എന്താണ്? ഹൃദയസ്പന്ദനം. ഒരു ഹൃദയസ്പന്ദനത്തിന് എടുക്കുന്ന സമയം എത്രയാണ്? 0.8 സെക്കൻഡ്. ഒരു ഹൃദയസ്പന്ദനത്തിന് എടുക്കുന്ന സമയം 0.8 സെക്കൻഡ്. മനുഷ്യനിലെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ 72 തവണ. മനുഷ്യനിലെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ 72 തവണ. ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായി ധമനി ഭിത്തിയിൽ ഉടനീളം അനുഭവപ്പെടുന്ന തരംഗ ചലനം അറിയപ്പെടുന്നതാണ് പൾസ്.
ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായി ധമനി ഭിത്തിയിലുടനീളം അനുഭവപ്പെടുന്ന തരംഗചലനം അറിയപ്പെടുന്നതാണ് പൾസ്. ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന രക്തത്തിന്റെ അളവ് 70 മില്ലി ലിറ്റർ. ഹൃദയം സങ്കോചിക്കുമ്പോൾ അല്ലെ, ചുരുങ്ങുമ്പോഴെന്താണ്, ഒരുപാട് രക്തം പമ്പ് ചെയ്യോ? ഇല്ല. അപ്പൊ ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന രക്തത്തിന്റെ അളവ് 70 മില്ലി ലിറ്റർ. ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദം അറിയപ്പെടുന്നത് സിസ്റ്റളിക് പ്രഷർ എന്നാണ്. അപ്പൊ സങ്കോചനം സിസ്റ്റളിക് എന്ന് പറഞ്ഞു, വികസനമാണെങ്കിലോ അതെന്താണ് പറഞ്ഞത്, ഡയസ്റ്റോളിക് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ സിസ്റ്റലിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദം അറിയപ്പെടുന്നതാണ് സിസ്റ്റലിക് പ്രഷർ അല്ലെ. മർദ്ദം എന്ന് പറഞ്ഞാൽ പ്രഷർ. ഓക്കെ, സിസ്റ്റലിക് പ്രഷർ എത്രയാണ്, 120 mmHg ആണ്. സിസ്റ്റലിക് പ്രഷർ എത്രയാണ്, 120 mmHg. ഹൃദയം വികസിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദം അറിയപ്പെടുന്നത് ഡയസ്റ്റളിക് പ്രഷർ എന്നാണ്. അപ്പൊ ഹൃദയം വികസിക്കുമ്പോൾ ധമനികളിൽ മർദ്ദം കൂടുമോ കുറയുമോ? കുറയും അല്ലെ. കുറഞ്ഞ മർദ്ദം അറിയപ്പെടുന്നത് ഡയസ്റ്റളിക് പ്രഷർ എന്നാണ്. 80 mmHg ആണ്. ഒരു മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് 120/80 mmHg ആണ്. ഒരു മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദം എന്നറിയപ്പെടുന്നത് 120/80 mmHg ആണ്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്ഫിഗ്മോമാനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്ഫിഗ്മോമാനോമീറ്റർ. രക്തസമ്മർദ്ദം സാധാരണ നിരക്കിൽ നിന്നും കൂടുന്ന അവസ്ഥയാണ് അതിരക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ. രക്തസമ്മർദ്ദം സാധാരണ നിരക്കിൽ നിന്നും കൂടുന്ന അവസ്ഥ അറിയപ്പെടുന്നത് അതിരക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ. രക്തസമ്മർദ്ദം സാധാരണ നിരക്കിൽ നിന്നും കുറയുന്ന അവസ്ഥ ഹൈപ്പോ ടെൻഷൻ എന്നറിയപ്പെടുന്നു. രക്തസമ്മർദ്ദം സാധാരണ നിരക്കിൽ നിന്നും കുറയുന്ന അവസ്ഥ അറിയപ്പെടുന്നത് ഹൈപ്പോ ടെൻഷൻ. പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവമാണ് സ്പ്ലിൻ അഥവാ പ്ലീഹ. അപ്പൊ പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? പ്ലീഹ എന്നറിയപ്പെടുന്ന സ്പ്ലിൻ ആണ്. പ്ലീഹയുടെ നിറം എന്താണ്? പർപ്പിൾ. പ്ലീഹയുടെ നിറം പർപ്പിൾ. ചുവന്ന പൾപ്പ് കലകളും വെളുത്ത പൾപ്പ് കോശങ്ങളും കാണപ്പെടുന്നത് സ്പ്ലീനിലാണ്. ഇതാണ് ചുവന്ന പൾപ്പ് കലകളും വെളുത്ത പൾപ്പ് കോശങ്ങളും കാണപ്പെടുന്നത് സ്പ്ലീനിലാണ്. രക്തത്തിലെ പ്രായമേറിയതും കേടായതുമായ അരുണരക്താണുക്കളെ നീക്കം ചെയ്യുകയും അവയിലെ പുനരുപയോഗിക്കാൻ കഴിയുന്ന ഇരുമ്പ് പോലുള്ള ഘടകങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് ചുവന്ന പൾപ്പ് കലകളാണ്. രക്തത്തിലെ പ്രായമേറിയതും കേടായതുമായ അരുണരക്താണുക്കളെ നീക്കം ചെയ്യുകയും അവയിലെ പുനരുപയോഗിക്കാൻ കഴിയുന്ന ഇരുമ്പ് പോലുള്ള ഘടകങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് ആരാണ്? ചുവന്ന പൾപ്പ് കലകൾ. പ്രതിരോധ സംവിധാനത്തിലെ പ്രധാന ഘടകങ്ങളായ ടി കോശങ്ങളെയും ബി കോശങ്ങളെയും സംഭരിക്കുന്നത് വെളുത്ത പൾപ്പ് കോശങ്ങളാണ്. അപ്പൊ പ്രതിരോധ സംവിധാനത്തിലെ പ്രധാന ഘടകങ്ങളാണ് ആരൊക്കെ? ടി കോശങ്ങളും ബി കോശങ്ങളും. ഇവയെ സംഭരിക്കുന്നത് വെളുത്ത പൾപ്പ് കോശങ്ങളാണ്. ഓക്കെ, കിട്ടിയോ? അപ്പൊ നമ്മൾ ഒന്ന് റിവൈസ് ചെയ്യാണ്, നോക്കാം. മനുഷ്യനിലെ രക്തപര്യന വ്യവസ്ഥ ദ്വിപര്യനം. ഇടത് വെൻട്രിക്കിൾ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന രക്തപര്യനം സിസ്റ്റമിക് രക്തപര്യനം. വലത് വെൻട്രിക്കിൾ തുടങ്ങി ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന രക്തപര്യനം പൾമണറി പര്യനം. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്ന സിരകളാണ് പോർട്ടൽ സിരകൾ. പോർട്ടൽ സിരകൾ ഉൾപ്പെട്ട രക്തപര്യനം പോർട്ടൽ വ്യവസ്ഥ. പോർട്ടൽ വ്യവസ്ഥയ്ക്ക് ഉദാഹരണം ഹെപ്പാറ്റിക് പോർട്ടൽ വ്യവസ്ഥ. ഉപാപചയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് കരൾ. ഹൃദയ അറകളുടെ സങ്കോചം സിസ്റ്റളി എന്നറിയപ്പെടുന്നു. ഹൃദയ അറകളുടെ വിശ്രമാവസ്ഥ അറിയപ്പെടുന്നത് ഡയസ്റ്റളി എന്നാണ്. ഒരു സിസ്റ്റളിയും ഡയസ്റ്റളിയും ചേർന്ന് അറിയപ്പെടുന്നതാണ് ഹൃദയസ്പന്ദനം. ഒരു ഹൃദയസ്പന്ദനത്തിന് എടുക്കുന്ന സമയം 0.8 സെക്കൻഡ്. മനുഷ്യനിലെ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ്? മിനിറ്റിൽ 72 തവണ. ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായി ധമനി ഭിത്തിയിൽ ഉടനീളം അനുഭവപ്പെടുന്ന തരംഗചലനം അറിയപ്പെടുന്നത് പൾസ്. ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന രക്തത്തിന്റെ അളവ് 70 മില്ലി ലിറ്റർ. ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദം അറിയപ്പെടുന്നത് സിസ്റ്റളിക് പ്രഷർ.
സിസ്റ്റളിക് പ്രഷർ 120 mmHg ആണ്. ഹൃദയം വികസിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദം അറിയപ്പെടുന്നത് ഡയസ്റ്റളിക് പ്രഷർ 80 mmHg. ഒരു മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദം 120/80 mmHg ആണ്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്ഫിഗ്മോമാനോമീറ്റർ. രക്തസമ്മർദ്ദം സാധാരണ നിരക്കിൽ നിന്നും കൂടുന്ന അവസ്ഥയാണ് അതിരക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ. രക്തസമ്മർദ്ദം സാധാരണ നിരക്കിൽ നിന്ന് കുറയുന്ന അവസ്ഥ ഹൈപ്പോടെൻഷൻ. പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവമാണ് സ്പ്ലീൻ അഥവാ പ്ലീഹ. പ്ലീഹയുടെ നിറം പർപ്പിളാണ്. ചുവന്ന പൾപ്പ് കലകളും വെളുത്ത പൾപ്പ് കോശങ്ങളും കാണപ്പെടുന്നത് സ്പ്ലീനിലാണ്. രക്തത്തിലെ പ്രായമേറിയതും കേടായതുമായ അരുണ രക്താണുക്കളെ നീക്കം ചെയ്യുകയും അവയിലെ പുനരുപയോഗിക്കാൻ കഴിയുന്ന ഇരുമ്പ് പോലുള്ള ഘടകങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് ചുവന്ന പൾപ്പ് കലകളാണ്. പ്രതിരോധ സംവിധാനത്തിലെ പ്രധാന ഘടകങ്ങളായ ടി കോശങ്ങളെയും ബി കോശങ്ങളെയും സംഭരിക്കുന്നത് വെളുത്ത പൾപ്പ് കോശങ്ങളാണ്. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? നോക്കാം. അടുത്തത് ലിംഫോസൈറ്റുകൾ നിർമ്മിക്കപ്പെടുന്നത് സ്പ്ലീനിലും ലിംഫ് നോഡുകളിലും വെച്ചാണ്. ലിംഫോസൈറ്റുകൾ നിർമ്മിക്കപ്പെടുന്നത് സ്പ്ലീനിലും, ഏതാണ് പ്ലീഹ അല്ലെ, പ്ലീഹയിലും ലിംഫ് നോഡുകളിലും വെച്ചാണ്. ശരീരത്തിലെ ആയുധപുര, ശരീരത്തിലെ പട്ടാള ക്യാമ്പ്, ശരീരത്തിലെ പ്രതിരോധ പുര എന്നിങ്ങനെ അറിയപ്പെടുന്നത് പ്ലീഹ അഥവാ സ്പ്ലീനാണ്. ശരീരത്തിലെ ആയുധപുര എന്നും ശരീരത്തിലെ പട്ടാള ക്യാമ്പ് എന്നും ശരീരത്തിലെ പ്രതിരോധ പുര എന്നും ഒക്കെ അറിയപ്പെടുന്നത് ഏതാണ്? സ്പ്ലീൻ അഥവാ പ്ലീഹയാണ്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചത് ആരാണ്? ഡെമിക്കോവ് ആണ്. 1946 നായയിലാണ് ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെച്ചത്. അപ്പൊ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചത് ഡെമിക്കോവ് 1946 നായയിൽ. മനുഷ്യരിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്ത ഡോക്ടറാണ് ക്രിസ്റ്റ്യൻ ബെർണാഡ്. ആരാണ്? ക്രിസ്റ്റ്യൻ ബെർണാഡ്. 1967 ദക്ഷിണാഫ്രിക്കയിലാണ് ആദ്യമായിട്ട് മനുഷ്യനിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. അപ്പൊ മനുഷ്യനിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്ത ഡോക്ടർ ആരാണ്? ക്രിസ്റ്റ്യൻ ബെർണാഡ്. 1967 ദക്ഷിണാഫ്രിക്ക. ഓക്കെ, അപ്പൊ അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്തത് ഡോക്ടർ പി വേണുഗോപാൽ. 1994 ന്യൂഡൽഹിയിലെ എയിംസിൽ വെച്ചാണ് ആദ്യമായി ഇന്ത്യയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്തത് ഡോക്ടർ പി വേണുഗോപാൽ. 1994 എയിംസ് ന്യൂഡൽഹി. ഹൃദയം കണ്ടുപിടിച്ചത് ആരാണ്? കൃത്രിമ ഹൃദയം കണ്ടുപിടിച്ചത് റോബർട്ട് ജാർവിക്കും ജൊഹാൻ കോഫുമാണ്. ആരൊക്കെയാണ്? റോബർട്ട് ജാർവിക്കും ജൊഹാൻ കോഫുമാണ് കൃത്രിമ ഹൃദയം കണ്ടുപിടിച്ചത്. അപ്പോൾ കൃത്രിമ ഹൃദയം കണ്ടുപിടിച്ചത് റോബർട്ട് ജാർവിക് ആൻഡ് ജൊഹാൻ കോഫ്. ഭക്ഷണത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ധമനി ഭിത്തികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥ അറിയപ്പെടുന്നത് അതിറോസ്ക്ലീറോസിസ്. എന്താണ് അതിറോസ്ക്ലീറോസിസ്? ഭക്ഷണത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ധമനി ഭിത്തികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് അതിറോസ്ക്ലീറോസിസ്. ലോക ഹൃദയ ദിനം എന്നാണ്? സെപ്റ്റംബർ 29. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. സസ്യങ്ങളിൽ ജലത്തിന്റെ സംവഹനം നടക്കുന്നത് സൈലത്തിലെ മൃതകോശങ്ങളായ ട്രക്കിഡുകളിലൂടെയും വെസലുകളിലൂടെയുമാണ്. അപ്പോൾ സസ്യത്തിൽ ജലത്തിന്റെ സംവഹനം നടക്കുന്നത് എങ്ങനെയാണ്? സൈലത്തിലെ മൃതകോശങ്ങളായ ട്രക്കിഡുകളിലൂടെയും വെസലുകളിലൂടെയുമാണ് സസ്യങ്ങളിൽ ജലസംവഹനം നടക്കുന്നത്. സസ്യങ്ങളിൽ ജലം ഇലകളിലും മറ്റ് ഭാഗങ്ങളിലും എത്തിച്ചേരുന്നതിന് സഹായകമായ പ്രതിഭാസങ്ങളാണ് എന്താണ്? സസ്യസ്വേദനം, മൂലമർദ്ദം, കൊഹിഷൻ, അഡ്ഹിഷൻ. അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ ഇത്തരം പ്രതിഭാസങ്ങളിലൂടെയാണ് സസ്യങ്ങളിൽ ജലം ഇലകളിലും മറ്റു ഭാഗങ്ങളിലും എത്തുന്നത്. അപ്പൊ സസ്യങ്ങളിൽ ഈ ജലം ഇലകളിലും മറ്റു ഭാഗങ്ങളിലും എത്തിച്ചേരുന്നതിന് സഹായകമായ പ്രതിഭാസങ്ങളാണ് സസ്യസ്വേദനം, മൂലമർദ്ദം, കൊഹിഷൻ, അഡ്ഹീഷൻ എന്നിവ. അടുത്തത്, ഇലകളിൽ നിന്ന് ജലം ബാഷ്പീകരണം മൂലം പുറന്തള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് സസ്യസ്വേദനം. ഇലകളിൽ നിന്ന് ജലം ബാഷ്പീകരണം മൂലം പുറന്തള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താണ്? സസ്യസ്വേദനം. ഫ്ലോയത്തിലെ മുഖ്യ ഭാഗമാണ് സീവ് നാളികൾ. ഫ്ലോയത്തിലെ സീവ് നാളികൾ. എന്താണ് മുഖ്യ ഭാഗം? സീവ് നാളി എന്ന് പറയാൻ കാരണം ഫ്ലോ എന്ന് പറഞ്ഞാൽ താഴേക്ക് ഒഴുകുന്നത് അല്ലേ? അപ്പം
താഴോട്ട് വരുന്ന അല്ലെങ്കിൽ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും ജലവും ഒക്കെ താഴോട്ട് അല്ലെ സസ്യങ്ങളുടെ പല ഭാഗങ്ങളിലേക്ക് അവയവങ്ങളിലേക്ക് എത്തിക്കുന്ന സസ്യങ്ങളുടെ പല പാർട്ടിലേക്ക് എത്തിക്കുന്ന ഒരു നാളിയാണ് എന്ത് ഫ്ലോയം അല്ലെ. ഈ ഫ്ലോയത്തിന്റെ മുഖ്യ ഭാഗമാണ് എന്തെന്ന് പറയുന്നത് സീവ് നാളികൾ. എന്താണ് സീവ് നാളികൾ? ഫ്ലോയത്തിലെ സ്ലീവ് നാളികകളിലൂടെ ആഹാര സംവഹനം നടക്കുന്നത് ഏത് രൂപത്തിലാണ്? സൂക്രോസിന്റെ രൂപത്തിലാണ്. എങ്ങനെയാണ് ആഹാര സംവഹനം നടക്കുന്നത്? ഫ്ലോയത്തിന്റെ സ്ലീവ് നാളികളിലൂടെ ആഹാര സംവഹനം നടക്കുന്ന ഏത് രൂപത്തിലാണ്? സൂക്രോസിന്റെ രൂപത്തിലാണ് ആഹാരം പല നമ്മുടെ സസ്യങ്ങളുടെ പല ഭാഗങ്ങളിലേക്കും എത്തുന്നത് സൂക്രോസിന്റെ രൂപത്തിലാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്താലോ? നോക്കാം. ലിംഫോസൈറ്റുകൾ നിർമ്മിക്കപ്പെടുന്നത് പ്ലീഹ അതുപോലെ ലിംഫ് നോഡുകളിൽ വെച്ചാണ്. ശരീരത്തിലെ ആയുധപ്പുര, ശരീരത്തിലെ പട്ടാള ക്യാമ്പ്, ശരീരത്തിലെ പ്രതിരോധപ്പുര എന്നിങ്ങനെ അറിയപ്പെടുന്നത് സ്പ്ലീൻ അഥവാ പ്ലീഹയിലാണ്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചത് ഡെമിക്കോവാണ്. 1946 നായയിലാണ്. മനുഷ്യനിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്ത ഡോക്ടറാണ് ക്രിസ്റ്റ്യൻ ബെർണാഡ്. 1967 ദക്ഷിണാഫ്രിക്കയിലാണ് ആദ്യമായി മനുഷ്യനിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്തത് ഡോക്ടർ പി വേണുഗോപാൽ. 1994 എയിംസ് ന്യൂഡൽഹി. കൃത്രിമ ഹൃദയം കണ്ടുപിടിച്ചത് റോബർട്ട് ജാർവിക്കും ജൊഹാൻ കോഫുമാണ്. ഭക്ഷണത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ധമനി ഭിത്തികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് അതിറോസ്ക്ലീറോസിസ്. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. സസ്യങ്ങളിൽ ജലത്തിന്റെ സംവഹനം നടക്കുന്നത് സൈലത്തിലെ മൃതകോശങ്ങളായ ട്രക്കിഡുകളിലൂടെയും വെസലുകളിലൂടെയുമാണ്. സസ്യങ്ങളിൽ ജലം ഇലകളിലും മറ്റു ഭാഗങ്ങളിലും എത്തിച്ചേരുന്നത് സഹായകമായ പ്രതിഭാസമാണ് സസ്യസ്വേദനം. മൂലമർദ്ദം, കൊഹിഷൻ, അഡ്ഹിഷൻ. ഇലകളിൽ നിന്ന് ജലം ബാഷ്പീകരണം മൂലം പുറന്തള്ളുന്ന പ്രക്രിയയാണ് സസ്യസ്വേദനം. ഫ്ലോയത്തിലെ മുഖ്യ ഭാഗമാണ് സീവ് നാളികൾ. ഫ്ലോയത്തിലെ സീവ് നാളികളിലൂടെ ആഹാര സംവഹനം നടക്കുന്നത് ഏത് രൂപത്തിലാണ്? സൂക്രോസിന്റെ രൂപത്തിലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും ഭാഗം മനസ്സിലായില്ലേ? ഇനി നമ്മൾ അടുത്തൊരു ചാപ്റ്ററിലോട്ട് കിടക്കുകയാണ് അല്ലെ. എന്താണ്? 9ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠം, ഊർജത്തിനായി ശ്വസിക്കാം. എന്താണ് ചാപ്റ്ററിന്റെ പേര്? ഊർജത്തിനായി ശ്വസിക്കാം. നോക്കാം. മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് നാസ്വാദ്വാരം, ശ്വാസനാളം, ശ്വസനി, ശ്വാസകോശങ്ങൾ. അപ്പൊ മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതെല്ലാമാണ്? നാസ്വാദ്വാരം അഥവാ മൂക്ക്, നാസഗഹ്വരം, ശ്വാസനാളം, ശ്വസനി, ശ്വാസകോശങ്ങൾ. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴലുകളാണ് ശ്വാസനാളം അഥവാ ട്രക്കിയ. എന്താണ്? സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴലുകളാണ് ശ്വാസനാളം അഥവാ ട്രക്കിയ. ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിന്റെ ശാഖകൾ അറിയപ്പെടുന്നത് ശ്വസനി അഥവാ ബ്രോങ്കസ് എന്നാണ്. ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിന്റെ ശാഖകളാണെന്ത്? ശ്വസനി അഥവാ ബ്രോങ്കസ്. നോക്കുക, ശ്വസനിയുടെ അഗ്രശാഖകളാണ് ശ്വസനിക. ശ്വസനിയുടെ അഗ്രശാഖകൾ അറിയപ്പെടുന്നത് ശ്വസനിക അഥവാ ബ്രോങ്കിയോൾ. ശ്വസനികയുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തിക സ്വഭാവമുള്ള അതിലോലമായ സ്തര അറകൾ അറിയപ്പെടുന്നത് വായു അറകൾ അഥവാ ആൽവിയോലസ് എന്നാണ്. എന്താണ്? ശ്വസനികളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തിക സ്വഭാവമുള്ള അതിലോലമായ സ്തര അറകൾ അറിയപ്പെടുന്നത് വായു അറ അഥവാ ആൽവിയോലസ് എന്നാണ്. വാതക വിനിമയം നടക്കുന്നത് വായു അറകളിൽ വെച്ചാണ്. വാതക വിനിമയം നടക്കുന്നത് എവിടെ വെച്ചാണ്? വായു അറകളിൽ വെച്ചാണ് അഥവാ ആൽവിയോലകളിൽ വെച്ചാണ്. ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്താണ്? ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലം അറിയപ്പെടുന്നത് പ്ലൂറ എന്നാണ്. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലം അറിയപ്പെടുന്നത് പ്ലൂറ. ശ്വാസകോശവും ഔരസാശയ ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുന്ന ദ്രവമാണ് പ്ലൂറ ദ്രവം. എന്താണ്? ശ്വാസകോശവും ഔരസാശയ ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുന്ന ദ്രവം ഏതാണ്? പ്ലൂറ ദ്രവമാണ്. നാസാദ്വാരം മുതൽ
വായു അറ വരെ കടന്നു പോകുന്ന അന്തരീക്ഷ വായുവിന്റെ സഞ്ചാരപാതയാണ് ശ്വാസപഥം എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്താണ്? നാസാദ്വാരം മുതൽ വായു അറ വരെ, ഇതാണ് വായു അറ, ആൽവിയോള അല്ലെ, ആൽവിയോലസ് എന്നറിയപ്പെടുന്ന വായു അറ വരെ കടന്നു പോകുന്ന അന്തരീക്ഷ വായുവിന്റെ സഞ്ചാരപാതയാണ് ശ്വാസപഥം എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? അപ്പൊ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് നാസാദ്വാരം അഥവാ മൂക്ക്, നാസാഗഹ്വരം, ശ്വാസനാളം, ശ്വസനി, ശ്വാസകോശങ്ങൾ. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴലുകളാണ് ശ്വാസനാളം അഥവാ ട്രക്കിയ. ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിന്റെ ശാഖകളാണ് ശ്വസനി അഥവാ ബ്രോങ്കസ്. ശ്വസനിയുടെ അഗ്രശാഖകളാണ് ശ്വസനിക അഥവാ ബ്രോക്കിയോൾ. ശ്വസനികയുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്റ്റിക സ്വഭാവമുള്ള അതിലോലമായ സ്തര അറകൾ അറിയപ്പെടുന്നത് വായു അറ അഥവാ ആൽവിയോലസ്. വാതക വിനിമയം നടക്കുന്നത് വായു അറകളിൽ വച്ചാണ്. ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്തരമാണ് പ്ലൂറ. ശ്വാസകോശവും ഔരസാശയ ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുന്ന ദ്രവമാണ് പ്ലൂറ ദ്രവം. നാസാദ്വാരം മുതൽ വായു അറ വരെ കടന്നു പോകുന്ന അന്തരീക്ഷ വായുവിന്റെ സഞ്ചാരപാതയാണ് ശ്വാസപഥം എന്നറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നോക്കാം അടുത്തത്. ഔരസാശയം വികസിക്കുമ്പോൾ നടക്കുന്നത് ഉച്ഛ്വാസമാണ്. ഔരസാശയം വികസിക്കുമ്പോൾ നടക്കുന്നത് ഉച്ഛ്വാസമാണ്. ഔരസാശയം സങ്കോചിക്കുമ്പോൾ നടക്കുന്നത് നിശ്വാസമാണ്. ഔരസാശയം സങ്കോചിക്കുമ്പോൾ നടക്കുന്നത് നിശ്വാസമാണ്. ശ്വസനത്തിന് സഹായിക്കുന്ന വാരിയെല്ലുകൾക്കിടയിലുള്ള പ്രത്യേകതരം പേശികൾ അറിയപ്പെടുന്നത് ഇന്റർകോസ്റ്റൽ പേശികൾ എന്നാണ്. എന്താണ്? ശ്വസനത്തിന് സഹായിക്കുന്ന വാരിയെല്ലുകൾക്കിടയിലുള്ള പ്രത്യേകതരം പേശികൾ അറിയപ്പെടുന്നത് ഇന്റർകോസ്റ്റൽ പേശികൾ. ശ്വസനവാതകങ്ങളായ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും കൈമാറ്റം നടക്കുന്നത് വായു അറകളിൽ വെച്ചാണ്. ശ്വസനവാതകങ്ങളായ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും കൈമാറ്റം നടക്കുന്നത് വായു അറകളിൽ വെച്ചാണ്. രക്തത്തിൽ ഓക്സിജൻ സംവഹനം നടത്തുന്നത് അരുണരക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ ആണ്. രക്തത്തിൽ ഓക്സിജൻ സംവഹനം നടത്തുന്നത് അല്ലെങ്കിൽ ഓക്സിജനെ വഹിച്ചു കൊണ്ടുപോകുന്നത് ആരാണ്? അരുണരക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ ആണ്. അരുണരക്താണുക്കൾ എന്താണ്? അരുണരക്താണുക്കൾ എന്ന് നോക്കാം. ഡിസ്കിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നു. 1 മില്ലി ലിറ്ററിൽ 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ അരുണരക്താണുക്കൾ കാണപ്പെടുന്നു. അതായത് 1 മില്ലി ലിറ്റർ രക്തത്തിൽ 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ അരുണരക്താണുക്കൾ കാണപ്പെടുന്നു. ന്യൂക്ലിയസോ മറ്റു കോശാംഗങ്ങളോ ഇല്ല. അരുണരക്താണുക്കൾക്ക് ന്യൂക്ലിയസോ മറ്റു കോശാംഗങ്ങളോ ഇല്ല. ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നു. അരുണരക്താണുക്കളിൽ ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാം. അരുണരക്താണുക്കൾ ഡിസ്കിന്റെ ആകൃതിയാണ്. ഈ രക്തത്തിൽ 1 മില്ലി ലിറ്റർ രക്തത്തിൽ 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ അരുണരക്താണുക്കളുണ്ട്. ന്യൂക്ലിയസോ മറ്റു കോശാംഗങ്ങളോ ഇല്ല. ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നു. ഓക്കെ, ഇത്രയുമാണ് അരുണരക്താണുക്കളുടെ പ്രത്യേകത. അടുത്തത്, ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് വഹിക്കാൻ കഴിയുന്ന ഓക്സിജന്റെ എണ്ണം 4 ആണ്. അപ്പോൾ 4 ഓക്സിജൻ ആറ്റങ്ങളെ മാത്രമേ എന്തിനു വഹിക്കാൻ കഴിയുള്ളൂ? ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് വഹിക്കാൻ കഴിയുകയുള്ളൂ. അടുത്തത്, ഹീമോഗ്ലോബിൻ നിർമ്മിക്കുന്നതിന് ആവശ്യമായ പ്രധാന ഘടകമാണ് ഇരുമ്പ്. ഹീമോഗ്ലോബിൻ നിർമ്മിക്കുന്നതിന് ആവശ്യമായ പ്രധാന ഘടകം ഇരുമ്പാണ്. ഹീമോഗ്ലോബിനും കാർബൺ മോണോക്സൈഡും കൂടി ചേരുമ്പോൾ ലഭിക്കുന്ന സംയുക്തമാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. അപ്പോൾ ഹീമോഗ്ലോബിനും കാർബൺ മോണോക്സൈഡും കൂടി ചേരുമ്പോൾ ലഭിക്കുന്ന സംയുക്തം ഏതാണ്? കാർബോക്സി ഹീമോഗ്ലോബിൻ. ആരോഗ്യമുള്ള ഒരു പുരുഷനിൽ ഹീമോഗ്ലോബിന്റെ അളവ് 100 മില്ലി രക്തത്തിൽ 15 ഗ്രാം ആണ്. ആരോഗ്യമുള്ള ഒരു പുരുഷനിൽ ഹീമോഗ്ലോബിന്റെ അളവ് 100 മില്ലി രക്തത്തിൽ 15 ഗ്രാം ആണ്. ആരോഗ്യമുള്ള സ്ത്രീകളിൽ ഹീമോഗ്ലോബിന്റെ അളവ് 100 മില്ലി രക്തത്തിൽ 13 ഗ്രാം ആണ് വേണ്ടത്. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്ന അവസ്ഥ അറിയപ്പെടുന്നത് അനീമിയ. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് അനീമിയ.
ഇരുമ്പടങ്ങിയ ഗുളികകൾ സ്കൂളുകളിൽ വിതരണം ചെയ്യുന്നത് ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ്? WIFS പദ്ധതി. എന്താണ്? WIFS പദ്ധതിയുടെ ഭാഗമായി ഇരുമ്പടങ്ങിയ ഗുളികകൾ സ്കൂളുകളിൽ വിതരണം ചെയ്യുന്നു. അപ്പോൾ ഈ WIFS എന്നുള്ളത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം? വൈഫ്, WIFE എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് പഠിച്ചൂടെ? ഓക്കെ, അപ്പോൾ ഇരുമ്പടങ്ങിയ ഗുളികൾ നൽകുന്ന ആരാണ്? വൈഫാണ്. അപ്പോൾ ഈ ഉണ്ടെങ്കിൽ ഈ ഓപ്ഷനിൽ നിന്ന് എഴുതരുത്. ഓക്കെ, ഇത് ഓർത്ത് വെക്കണേ. WIFS ആണ്, WIFS. ഓക്കെ, അടുത്തത് കോശത്തിൽ വച്ച് ഗ്ലൂക്കോസിൽ നിന്ന് ഊർജം സ്വതന്ത്രമാകുന്ന പ്രക്രിയയാണ് കോശ ശ്വസനം. അപ്പൊ എന്താണ് കോശ ശ്വസനം? കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്ന് ഊർജം സ്വതന്ത്രമാകുന്ന പ്രക്രിയയാണ് കോശ ശ്വസനം. കോശ ശ്വസന ഘട്ടങ്ങളുടെ എണ്ണം 2 അപ്പോൾ കോശ ശ്വസനം നടക്കുന്നത് എങ്ങനെയാണ്? 2 ഘട്ടങ്ങളിലൂടെയാണ്. ഏതൊക്കെയാണ് കോശ ശ്വസന ഘട്ടങ്ങളാണ്? ഗ്ലൈക്കോളിസ്, എന്താണ്? ഗ്ലൈക്കോളിസ്, ക്രബ്സ് പരിവൃത്തി എന്നിവ. ഗ്ലൈക്കോളിസ്, ക്രബ്സ് പരിവൃത്തി എന്നിവയാണ് കോശ ശ്വസന ഘട്ടങ്ങൾ. കോശ ശ്വസന ഘട്ടത്തിലെ 1ാം ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ്. എന്താണ് ഗ്ലൈക്കോളിസിസ്? നോക്കാം. ഗ്ലൈക്കോളിസിസ് നടക്കുന്ന ഭാഗം കോശദ്രവ്യമാണ്. അപ്പൊ കോശദ്രവ്യത്തിൽ വെച്ചാണ് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത്. ഈ പ്രവർത്തനത്തിന് ഓക്സിജൻ ആവശ്യമില്ല. അപ്പൊ ഈ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന പ്രവർത്തനത്തിന് എന്താവശ്യമില്ല? ഓക്സിജൻ ആവശ്യമില്ല. ഗ്ലൈക്കോളിസിസ് ഘട്ടത്തിൽ ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം 2. അപ്പൊ ഗ്ലൈക്കോസിസ് എന്ന് പറയുന്ന ഘട്ടത്തിൽ നടക്കുന്ന ATP തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? 2. ഗ്ലൈക്കോളിസിസ് ഘട്ടത്തിൽ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുന്നു. അപ്പോൾ ഗ്ലൈക്കോളിസിസ് ഈ ഘട്ടത്തിൽ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന കോശ ശ്വസന ഘട്ടത്തിൽ ഗ്ലൂക്കോസ് എന്തായി മാറുന്നു? പൈറുവിക് ആസിഡായി മാറുന്നു. പൈറുവിക് ആസിഡ്. കോശ ശ്വസനത്തിലെ 2ാം ഘട്ടമാണ് ക്രബ്സ് പരിവൃത്തി. കോശ ശ്വസനത്തിലെ 2ാം ഘട്ടം അറിയപ്പെടുന്നത് ക്രബ്സ് പരിവൃത്തി എന്നാണ്. ക്രബ്സ് പരിവൃത്തി നടക്കുന്ന ഭാഗമാണ് മൈറ്റോകോൺട്രിയ. എവിടെയാണ്? മൈറ്റോകോൺട്രിയ. ഈ പ്രവർത്തനത്തിന് ഓക്സിജൻ ആവശ്യമാണ്. അപ്പൊ ഈ ക്രബ്സ് പരിവൃത്തിക്ക് എന്താവശ്യമുണ്ട്? ഓക്സിജൻ ആവശ്യമുണ്ട്. ക്രബ്സ് പരിവൃത്തി ഘട്ടത്തിൽ ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം 28. അപ്പൊ ക്രബ്സ് പരിവൃത്തി ഘട്ടത്തിൽ ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം 28. ഗ്ലൈക്കോളിസിസ് ഘട്ടത്തിൽ എത്ര ATP തന്മാത്രയാണ് ലഭിച്ചത്? 2. ക്രബ്സ് പരിവൃത്തി ഘട്ടത്തിൽ പൈറുവിക് ആസിഡ് ജലവും കാർബൺ ഡൈ ഓക്സൈഡുമായി മാറ്റപ്പെടുന്നു. അപ്പൊ ക്രബ്സ് പരിവൃത്തി ഘട്ടത്തിൽ പൈറുവിക് ആസിഡ് എന്തായി മാറുന്നു? ജലവും കാർബൺ ഡൈ ഓക്സൈഡുമായി മാറ്റപ്പെടുന്നു. ക്ലിയർ ആണോ? ഹീമോഗ്ലോബിനും കാർബൺ ഡൈ ഓക്സൈഡും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന സംയുക്തമാണ് കാർബാമിനോ ഹീമോഗ്ലോബിൻ. നമ്മൾ നേരത്തെ പഠിച്ചു, ഹീമോഗ്ലോബിനും കാർബൺ മോണോക്സൈഡും ചേരുമ്പോൾ എന്താണ് ഉണ്ടായത്? കാർബോക്സി ഹീമോഗ്ലോബിനാണ്. എന്നാൽ ഹീമോഗ്ലോബിനും കാർബൺ ഡൈ ഓക്സൈഡും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന സംയുക്തമാണ് കാർബമിനോ ഹീമോഗ്ലോബിൻ. ഏതാണ്? കാർബമിനോ ഹീമോഗ്ലോബിൻ. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? അപ്പൊ ഒന്ന് റിവൈസ് ചെയ്താലോ? നോക്കാം. ഔരസാശിയും വികസിക്കുമ്പോൾ നടക്കുന്നത് ഉച്ഛ്വാസമാണ്. ഔരസാശിയും സങ്കോചിക്കുമ്പോൾ നടക്കുന്നത് നിശ്വാസമാണ്. ശ്വസനത്തിന് സഹായിക്കുന്ന വാരിയെല്ലുകൾക്കിടയിലെ പ്രത്യേകതരം പേശികൾ അറിയപ്പെടുന്നത് ഇന്റർകോസ്റ്റൽ പേശികൾ എന്നാണ്. ശ്വസനവാതകങ്ങളായ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും കൈമാറ്റം നടക്കുന്നത് വായു അറകളിൽ വെച്ചാണ്. രക്തത്തിൽ ഓക്സിജന്റെ സംവഹനം നടക്കുന്നത് അരുണ രക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ വഴിയാണ്. അരുണ രക്താണുക്കൾ എന്താണ്? ഡിസ്കിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നു. 1 മില്ലി രക്തത്തിൽ 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ അരുണ രക്താണുക്കൾ കാണപ്പെടുന്നു. ന്യൂക്ലിയസോ മറ്റു കോശാംഗങ്ങളോ അരുണ രക്താണുക്കളിൽ ഇല്ല. ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നു. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് വഹിക്കാൻ കഴിയുന്ന ഓക്സിജന്റെ എണ്ണം 4. ഹീമോഗ്ലോബിൻ നിർമ്മിക്കുന്നതിനാവശ്യമായ പ്രധാന ഘടകമാണ് ഇരുമ്പ്. ഹീമോഗ്ലോബിനും കാർബൺ മോണോക്സൈഡും ചേരുമ്പോൾ ലഭിക്കുന്ന സംയുക്തമാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. ആരോഗ്യമുള്ള ഒരു പുരുഷനിൽ ഹീമോഗ്ലോബിന്റെ അളവ് 100 മില്ലി രക്തത്തിൽ 15 ഗ്രാമാണ്. ആരോഗ്യമുള്ള സ്ത്രീയിൽ ഹീമോഗ്ലോബിന്റെ അളവ് 100 മില്ലി രക്തത്തിൽ 13 ഗ്രാമാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് അനീമിയ. ഇരുമ്പടങ്ങിയ ഗുളികകൾ സ്കൂളുകളിൽ വിതരണം ചെയ്യുന്നത് ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ്? വിപ്സ്. എന്താണ്? WIFS പദ്ധതി. കോശങ്ങളിൽ വെച്ച് ഗ്ലൂക്കോസ്
ഗ്ലൂക്കോസിൽ നിന്ന് ഊർജ്ജം സ്വതന്ത്രമാകുന്ന പ്രക്രിയയാണ് കോശശ്വസനം. കോശശ്വസനത്തിന് 2 ഘട്ടങ്ങളുണ്ട്, ഗ്ലൈക്കോളിസിസ് അതുപോലെ ക്രബ്സ് പരിവൃത്തി. എന്താണ് ഗ്ലൈക്കോളിസിസ്? ഗ്ലൈക്കോളിസിസ് നടക്കുന്ന ഭാഗമാണ് കോശദ്രവ്യം. ഈ പ്രവർത്തനത്തിന് ഓക്സിജൻ ആവശ്യമില്ല. ഗ്ലൈക്കോളിസിസ് ഘട്ടത്തിൽ ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം 2 ആണ്. ഗ്ലൈക്കോളിസിസ് ഘട്ടത്തിൽ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുന്നു. കോശശ്വസനത്തിന്റെ 2ാം ഘട്ടമാണ് ക്രബ്സ് പരിവൃത്തി. ക്രബ്സ് പരിവൃത്തി നടക്കുന്ന ഭാഗം മൈറ്റോകോൺട്രിയാണ്. ഈ പ്രവർത്തനത്തിന് ഓക്സിജൻ ആവശ്യമാണ്. ക്രബ്സ് പരിവൃത്തി ഘട്ടത്തിൽ ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം 28ആണ്. ക്രബ്സ് പരിവൃത്തി ഘട്ടത്തിൽ പൈറുവിക് ആസിഡ് ജലവും കാർബൺ ഡൈ ഓക്സൈഡുമായി മാറ്റപ്പെടുന്നു. ഓക്കെ, അടുത്തത് ഹീമോഗ്ലോബിനും കാർബൺ ഡയോക്സൈഡും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന സംയുക്തമാണ് കാർബമിനോ ഹീമോഗ്ലോബിൻ. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? നോക്കാം അടുത്തത്. ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്ന ശ്വസനം അറിയപ്പെടുന്നത് അവായു ശ്വസനം. ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്ന ശ്വസനമാണ് അവായു ശ്വസനം. അവായു ശ്വസനം നടത്തുന്ന ജീവികൾക്ക് ഉദാഹരണങ്ങളാണ് ബാക്ടീരിയ, ഈസ്റ്റ് എന്നിവ. അപ്പോൾ അവായു ശ്വസനം നടക്കുന്ന ജീവികൾ ഏതെല്ലാമാണ്? ബാക്ടീരിയ, ഈസ്റ്റ് എന്നിവ. അവായു ശ്വസനം വഴി ഈസ്റ്റിൽ പൈറുവിക് ആസിഡ് വിഘടിച്ച് രൂപം കൊള്ളുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും. അപ്പോൾ അവായു ശ്വസനമാണ് ഈസ്റ്റിൽ നടക്കുന്നത് എന്ന് പറഞ്ഞു. അതിലുള്ള പൈറുവിക് ആസിഡ് എന്ത് ചെയ്യുന്നു? വിഘടിച്ച് എന്തായി മാറുന്നു? ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡുമായി മാറുന്നു. അവായു ശ്വസനം വഴി ലാക്ടോബാസിലസ് ബാക്ടീരിയയിൽ പൈറുവിക് ആസിഡ് വിഘടിച്ച് രൂപം കൊള്ളുന്ന പദാർത്ഥമാണ് ലാക്ടിക് ആസിഡ്. അപ്പോൾ ലാക്ടോബാസിലസ് ബാക്ടീരിയയിൽ എന്താണ് സംഭവിക്കുന്നത്? അവായു ശ്വസനം വഴി പൈറുവിക് ആസിഡ് എന്തായി മാറുന്നു? പൈറുവിക് ആസിഡ് വിഘടിച്ച് ലാക്ടിക് ആസിഡ് ആയിട്ട് മാറുന്നു. മനുഷ്യ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് തീരെ കുറയുമ്പോൾ പേശീകോശങ്ങൾ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് അവായു ശ്വസനം വഴിയാണ്. ഇതിന്റെ ഫലമായി പേശീകോശങ്ങളിൽ രൂപം കൊള്ളുന്ന ആസിഡാണ് ലാക്ടിക് ആസിഡ്. ക്ലിയർ ആയോ? എന്താണ്? മനുഷ്യ ശരീരത്തിൽ കോശത്തിന്റെ അളവ് തീരെ കുറയുമ്പോൾ പേശീകോശങ്ങൾ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് അവായു ശ്വസനം വഴിയാണ്. ഇതിന്റെ ഫലമായി പേശീകോശങ്ങളിൽ രൂപപ്പെടുന്ന ആസിഡാണ് ലാക്ടിക് ആസിഡ്. പുകവലി കാരണം വരുന്ന ശ്വാസകോശ രോഗങ്ങൾ ഏതെല്ലാമാണ്? ശ്വാസകോശാർബുദം, എംഫിസിമ, ബ്രോങ്കൈറ്റിസ് എന്നിവ പുകവലി കാരണം രൂപം കൊള്ളുന്ന രോഗങ്ങളാണ്. അപ്പോൾ പുകവലി കാരണം വരുന്ന രോഗങ്ങളാണ് ശ്വാസകോശാർബുദം, എംഫിസിമ, ബ്രോങ്കൈറ്റിസ് എന്നിവ. പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുത്തുന്നത് മൂലം അവ പൊട്ടുന്നു. ഇത് ശ്വസന പ്രതല വിസ്തീർണം കുറയ്ക്കുന്നതിന് വൈറ്റൽ കപ്പാസിറ്റി കുറയ്ക്കുന്നതിനും കാരണമായ രോഗമാണ് എംഫിസിമ. അപ്പോൾ എന്താണ് എംഫിസിമ? പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുത്തുന്നത് മൂലം അവ പൊട്ടുന്നു. ഈ വായു അറകൾ പൊട്ടുന്നു. അതുകൊണ്ട് തന്നെ ഇത് ശ്വസന പ്രതല വിസ്തീർണം കുറയ്ക്കുന്നതിനും വൈറ്റൽ കപ്പാസിറ്റി കുറയ്ക്കുന്നതിനും കാരണമാകുന്നു. ഈ രോഗത്തെ പറയുന്ന പേരാണ് എംഫിസിമ. ക്ലിയർ ആണോ? അടുത്തത് എന്താണ് ബ്രോങ്കൈറ്റിസ് എന്ന് നോക്കാം. പുകയിലയിലെ ടാർ, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ വായു അറകളിൽ ശ്ലേഷം അടിഞ്ഞുകൂടുന്നതിനും ശ്വാസകോശത്തിന് വീക്കം ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. ഈ രോഗമാണ് ബ്രോങ്കൈറ്റിസ്. എന്താണ് ബ്രോങ്കൈറ്റിസ്? പുകയിലയിലെ ടാർ, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ വായു അറകളിൽ ശ്ലേഷ്മം അടിഞ്ഞുകൂടുന്നതിനും ശ്വാസകോശത്തിന് വീക്കം ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നു. ഈ രോഗമാണ് ബ്രോങ്കൈറ്റിസ്. അടുത്തത്, ഒരു സാധാരണ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലെടുക്കുകയോ നിശ്വാസത്തിലൂടെ പുറന്തള്ളുകയോ ചെയ്യുന്ന വായുവിന്റെ അളവാണ് ടൈഡൽ വോള്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ടൈഡൽ വോള്യം? ഒരു സാധാരണ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുകയോ നിശ്വാസത്തിലൂടെ പുറന്തള്ളുകയോ ചെയ്യുന്ന വായുവിന്റെ അളവാണ് ടൈഡൽ വോള്യം. എത്രയാണ് ഈ ടൈഡൽ വോള്യം എന്ന് പറയുന്നത്? ഏകദേശം 1/2 ലിറ്റർ ആണ്. 1/2 ലിറ്റർ. ഓക്കെ. അടുത്തത്, ഗാഠമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ പുറത്തു പോകുന്ന പരമാവധി വായുവിന്റെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി. നോക്കൂ, നമ്മൾ ഈ വായു ശ്വസിക്കുന്ന സമയത്ത് എത്ര വായു നമുക്ക് ശ്വസിച്ച് നമ്മുടെ കപ്പാസിറ്റി എത്രയുണ്ട് എന്ന് അളക്കുന്നതാണ് ഈ വൈറ്റൽ കപ്പാസിറ്റി. ഓക്കെ. അപ്പൊ എത്ര ഉൾക്കൊള്ളും, എത്ര വായു ഉൾക്കൊള്ളാൻ കഴിയും? ഗാഠമായി ഉച്ഛ്വസിക്കുമ്പോൾ എത്ര വായു ഉൾക്കൊള്ളാൻ കഴിയും? ആ ഉച്ഛ്വാസത്തിന് ശേഷം എന്ത് ചെയ്യും? ശക്തമായി നിശ്വസിക്കുമ്പോൾ പുറത്തു പോകുന്ന പരമാവധി വായുവിന്റെ അളവ് അറിയപ്പെടുന്നതാണ് എന്ത്? വൈറ്റൽ കപ്പാസിറ്റി.
ശ്വസന പ്രവർത്തനങ്ങളുടെയും ഔരസാശയ പേശികളുടെ കരുത്തിന്റെയും സൂചകമായി കരുതുന്നത് വൈറ്റൽ കപ്പാസിറ്റിയാണ്. അപ്പൊ ഈ ശ്വസന പ്രവർത്തനങ്ങളുടെയും ഔരസാശയ പേശിയുടെ കരുത്തിന്റെയും സൂചകമായി കരുതുന്നതാണ് വൈറ്റൽ കപ്പാസിറ്റി. ആരോഗ്യമുള്ള പുരുഷനിൽ വൈറ്റൽ കപ്പാസിറ്റി ഏകദേശം 4.5 ലിറ്റർ ആയിരിക്കും. അപ്പൊ ആരോഗ്യമുള്ള പുരുഷനിൽ വൈറ്റൽ കപ്പാസിറ്റി എത്രയായിരിക്കും? 4.5 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ ആരോഗ്യമുള്ള സ്ത്രീയിൽ വൈറ്റൽ കപ്പാസിറ്റി എത്രയായിരിക്കും? 3 ലിറ്റർ ആണ്. എത്രയാണ്? 3 ലിറ്റർ. അടുത്തത്, സസ്യങ്ങളിലെ പ്രധാന വാതകവിനിമയ കേന്ദ്രങ്ങളാണ് ആസ്യരന്ധ്രങ്ങൾ. അറിയാമല്ലേ, നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. സസ്യങ്ങളിലെ പ്രധാന വാതകവിനിമയ കേന്ദ്രങ്ങൾ ഏതാണ്? ആസ്യരന്ധ്രങ്ങളാണ്. കാണ്ഡത്തിലും വേരിലും വാതകവിനിമയത്തിന് സഹായിക്കുന്ന ചെറു സുഷിരങ്ങൾ അറിയപ്പെടുന്നത് ലെൻഡിസെല്ലുകൾ എന്നാണ്. എന്താണ്? ലെൻഡിസെല്ലുകൾ. കാണ്ഡത്തിലും വേരിലും വാതകവിനിമയത്തിന് സഹായിക്കുന്ന ചെറു സുഷിരങ്ങൾ അറിയപ്പെടുന്നത് ലെൻഡിസെല്ലുകൾ എന്നാണ്. ലെൻഡിസെല്ലിലെ കോശങ്ങൾക്കിടയിലൂടെ കാണ്ഡത്തിനകത്തേക്കും പുറത്തേക്കും കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ എന്നിവയുടെ വിനിമയത്തിന് സഹായിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നതാണ് ഡിഫ്യൂഷൻ. എന്താണ്? ഡിഫ്യൂഷൻ. അപ്പോൾ ലെൻഡിസെല്ലിലെ കോശങ്ങൾക്കിടയിലൂടെ കാണ്ഡത്തിനകത്തേക്കും പുറത്തേക്കും എന്ത് സഞ്ചരിക്കുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും സംവഹനം ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. ഇവയുടെ ഈ വിനിമയത്തിന് സഹായിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഒന്നുകൂടെ റിവൈസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ ഒരു പോർഷൻസ് ഒന്നുകൂടെ നോക്കാം. ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്ന ശ്വസനം അറിയപ്പെടുന്നത് അവായു ശ്വസനം എന്നാണ്. അവായു ശ്വസനം നടക്കുന്ന ജീവികളാണ് ബാക്ടീരിയ, ഈസ്റ്റ് എന്നിവ. അവായു ശ്വസനം വഴി ഈസ്റ്റിൽ പൈറുവിക് ആസിഡ് വിഘടിച്ച് രൂപം കൊള്ളുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കഹോൾ, കാർബൺ ഡൈ ഓക്സൈഡ്. അവായു ശ്വസനം വഴി ലാക്ടോബാസിലസ് ബാക്ടീരിയയിൽ പൈറുവിക് ആസിഡ് വിഘടിച്ച് ലാക്ടിക് ആസിഡായി മാറുന്നു. മനുഷ്യ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് തീരെ കുറയുമ്പോൾ പേശീകോശങ്ങൾ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് അവായു ശ്വസനം വഴിയാണ്. ഇതിന്റെ ഫലമായി പേശീകോശങ്ങളിൽ രൂപം കൊള്ളുന്ന ആസിഡാണ് ലാക്ടിക് ആസിഡ്. പുകവലിക്ക് കാരണമാവുന്ന പുകവലി മൂലം ഉണ്ടാവുന്ന രോഗങ്ങളാണ് ശ്വാസകോശാർബുദം, എംഫിസിമ, ബ്രോങ്കൈറ്റിസ് എന്നിവ. പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായുഅറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുത്തുന്നത് മൂലം അവ പൊട്ടുകയും ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്നു. വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്നു. ഈ രോഗമാണ് എന്തെന്നറിയപ്പെടുന്നത്? എംഫിസിമ എന്ന് പറയുന്നത്. പുകയിലയിലെ കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ വായു അറകളിൽ ശ്ലേഷ്മം അടിഞ്ഞുകൂടുന്നതിനും ശ്വാസകോശത്തിന് വീക്കമുണ്ടാക്കുന്നതിനും കാരണമാകുന്നു. ഈ രോഗമാണ് ബ്രോങ്കൈറ്റിസ്. ഒരു സാധാരണ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലെടുക്കുകയോ നിശ്വാസത്തിലൂടെ പുറന്തള്ളുകയോ ചെയ്യുന്ന വായുവിന്റെ അളവാണ് ടൈഡൽ വോള്യം, ഏകദേശം 1/2 ലിറ്റർ. ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തമായി നിശ്വസിക്കുമ്പോൾ പുറത്തു പോകുന്ന പരമാവധി വായുവിന്റെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി. ശ്വസന പ്രവർത്തനങ്ങളുടെയും ഔരസാശയ പേശികളുടെ കരുത്തിന്റെയും സൂചകമായി കരുതുന്നത് വൈറ്റൽ കപ്പാസിറ്റിയാണ്. ആരോഗ്യമുള്ള പുരുഷനിൽ വൈറ്റൽ കപ്പാസിറ്റി ഏകദേശം 4.5 ലിറ്റർ ആണ്. ആരോഗ്യമുള്ള സ്ത്രീയിൽ വൈറ്റൽ കപ്പാസിറ്റി ഏകദേശം 3 ലിറ്റർ. സസ്യങ്ങളിലെ പ്രധാന വാതകവിനിമയ കേന്ദ്രങ്ങളാണ് ആസ്യരന്ധ്രങ്ങൾ. കാണ്ഡത്തിലും വേരിലും വാതകവിനിമയത്തിന് സഹായിക്കുന്ന ചെറു സുഷിരങ്ങൾ അറിയപ്പെടുന്നത് ലെൻഡിസെല്ലുകൾ. ലെൻഡിസെല്ലിലെ കോശങ്ങൾക്കിടയിലൂടെ കാണ്ഡത്തിനകത്തേക്കും പുറത്തേക്കും കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ എന്നിവയുടെ വിനിമയത്തിന് സഹായിക്കുന്ന പ്രക്രിയയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഡിഫ്യൂഷൻ. എന്താണ്? ഡിഫ്യൂഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ 3 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററുമായിട്ട് കണ്ടുമുട്ടാം. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ട് പഠിക്കുക. നമ്മുടെ സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിന് നമ്മുടെ ഏതൊരു PSC എക്സാമിനും നല്ല പ്രാധാന്യമുണ്ട്. അത് അറിഞ്ഞ് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്